39. സാൽവവധവും ദ്രൗപദീ രക്ഷണവും. രുക്മിണിയെ കൃഷ്ണൻ അപഹരിച്ചു കൊണ്ടുപോയ ദിവസം ശിശുപാലന്റെയും രുക്മിയുടെയും കൂടെ സാൽവരാജാവും കൃഷ്ണനോട് പോരാടാൻ പോയിരുന്നു. ആദ്യം കൃഷ്ണൻ യുദ്ധത്തിൽ പരാജിതനാക്കിയത് സാൽവനെയായിരുന്നു. പിന്തിരിഞ്ഞോടിയ സാൽവന്റെ കാലിന്മേലേക്ക് കൃഷ്ണൻ ഒരമ്പെയ്തു. സാൽവൻ അവിടെ വീണുപോയി. പിന്നീട് ആ മുറിവുണങ്ങാൻ കുറേ കാലം പിടിച്ചു. സാൽവൻ കൃഷ്ണനോട് ആ പക വെച്ചു പുലർത്തി പോന്നു. അയാൾ ശിവനെ തപസ്സു ചെയ്ത് ശിവന്റെ അനുഗ്രഹത്താൽ ഒരു വിമാനം സമ്പാദിച്ചു. ബലഭദ്രനും കൃഷ്ണനും ഉൾപ്പെടെ പ്രദ്യുമ്നനും കുറച്ചു സൈനികരും ഒഴിച്ച് എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസൂയത്തിന് പോയ കാലത്ത് സാൽവനും ഉറ്റമിത്രമായ ദന്തവക്രനും ദ്വാരകയെ ചെന്നാക്രമിച്ചു. ഉള്ള യാദവ ഭടന്മാരെ കൂട്ടി പ്രദ്യുമ്നൻ വിമാനസ്ഥിതനായ സാൽവനുമായി ഏറ്റുമുട്ടി. സാൽവനേക്കാൾ വീരശാലിയായിരുന്നു അയാളുടെ മന്ത്രി ദ്യുമാൻ. പ്രദ്യുമ്നൻ കുറച്ചു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു വിധത്തിൽ അയാളെ കൊന്നു കളഞ്ഞു. 27 ദിവസം സാൽവ സൈന്യത്തോട് യുദ്ധം ചെയ്ത് പ്രദ്യുമ്നൻ തോൽക്കാതെ പിടിച്ചു നിന്നു. കൃഷ്ണനും ബലരാമനും മറ്റും ഇന്ദ്രപ്രസ്ഥത്തിലെ യാഗത്തിനു ശേഷം തിരികെ വന്നപ്പോൾ ദ്വാരകയിൽ ഘോരയുദ്ധം നടക്കുകയായിരുന്നു. സൗഭരാജാവായ സാൽവന്റെ സൈന്യത്തെ കൃഷ്ണൻ മിക്കവാറും നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ കൃഷ്ണന്റെ വില്ലായ ശാർംഗം സ്വാലൻ തന്റെ ഗദ കൊണ്ടടിച്ച് ദൂരത്തേക്ക് തെറിപ്പിച്ചു കളഞ്ഞു. കൂടാതെ പടക്കളത്തിന്റെ അപ്പുറത്ത് നിന്നിരുന്ന വാസുദേവന്റെ തല മായ പ്രയോഗിച്ച് വെട്ടിക്കളഞ്ഞതായി കാണിച്ചു. ഇത് മായയാണെന്നും സത്യമല്ലെന്നും കൃഷ്ണന് മനസ്സിലാക്കാൻ 2 നിമിഷമെടുത്തു. കാര്യമറിഞ്ഞപ്പോൾ ക്രുദ്ധനായ കൃഷ്ണൻ സൗഭനെ കൗമുദീ ഗദ ഉപയോഗിച്ച് പൊടിച്ചു കളഞ്ഞ് കടലിൽ വീഴ്ത്തി. സാൽവന്റെയും ശിശുപാലന്റെയും സുഹൃത്തായ ദന്തവക്രനെ ഗദ കൊണ്ടടിച്ചു കൊന്നു. ദന്തവക്രനെയും ശിശുപാലനെയും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് അയച്ചു. വൈകുണ്ഠത്തിൽ വിഷ്ണുവിന്റെ ഭവനത്തിലെ കാവൽക്കാരായിരുന്നു ജയനും വിജയനും. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ ദേവർഷിമാരുടെ ശാപം നിമിത്തം 3 ജന്മങ്ങൾ അസുരന്മാരായി ജനിച്ച് ഭഗവാൻ അവരെ കൊല്ലാൻ ഇടവരികയാണ് ഉണ്ടായത്. ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, രണ്ടാമത്തെ ജന്മം രാവണനും കുംഭകർണനും, ശിശുപാലനും ദന്തവക്രനും 3ാമത്തെ ജന്മവും. ഈ 3 ജന്മങ്ങളിലും വിഷ്ണു ഭഗവാന്റെ തൃക്കൈകൾ കൊണ്ട് തന്നെ അവർക്ക് മൃത്യു സംഭവിച്ചു. വീണ്ടും വൈകുണ്ഠവാസത്തിന് അവർ അർഹന്മാരായി. സാൽവനെയും ദന്തവക്രനെയും വധിച്ച ശേഷം കൃഷ്ണൻ അർജുനന്റെ ക്ഷണമനുസരിച്ച് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. സുഭദ്ര പ്രസവിച്ചുണ്ടായ അഭിമന്യു എന്ന ഉണ്ണിക്ക് 5 വയസ്സായിരുന്നു അന്ന്. മരതകശ്യാമളനായ ആ ഉണ്ണി അല്പായുസാണെന്ന് അറിഞ്ഞിരുന്നതിനാൽ കൃഷ്ണന് ഉണ്ണിയോട് വല്ലാത്ത വാത്സല്യായിരുന്നു. ആൾത്തിരക്കൊന്നുമില്ലാത്തപ്പോൾ ഭാഗിനേയന്റെ കൂടെ 1 മാസം താമസിക്കാമെന്ന് വിചാരിച്ചാണ് കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയത്. ഒരു ദിവസം അഭിമന്യുവിന്റെ കൂടെ വാൾപ്പയറ്റ് കളിക്കുന്നതിനിടയിൽ വാൾ തട്ടി കൃഷ്ണന്റെ ഇടതു കൈത്തണ്ട മുറിഞ്ഞ് ധാരധാരയായി രക്തമൊഴുകി. അഭിമന്യുവിന്റെയും കൃഷ്ണന്റെയും കളിയായ വാൾപ്പയറ്റു കാണാൻ കുന്തിദേവിയും ദ്രൗപദിയും സുഭദ്രയും നിന്നിരുന്നു. പെട്ടെന്ന് കൈമുറിഞ്ഞ് രക്തം വാർന്ന് തളർന്ന് അവശനായ കൃഷ്ണന്റെ അടുത്തേക്ക് എല്ലാരെക്കാളും മുൻപേ ദ്രൗപദി ഓടിയെത്തി. താൻ ഉടുത്തിരുന്ന അമൂല്യമായ പട്ടുപുടവയുടെ ഒരു കഷ്ണം ചീന്തിയെടുത്ത് ദ്രൗപദി കൃഷ്ണന്റെ മുറിവ് കെട്ടി. ഉടൻ രക്തപ്രവാഹം നിലച്ച് കൃഷ്ണൻ സ്വസ്ഥ ശരീരനാവുകയും ചെയ്തു. ശരീരസുഖം തിരിച്ചു കിട്ടിയ ഉടൻ കൃഷ്ണൻ ദ്രൗപദിയോട് പറഞ്ഞു, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല കേട്ടോ, സമയം വരുമ്പോൾ പ്രത്യുപകാരം ചെയ്തോളാം. ദ്രൗപദി ചിരിച്ചുകൊണ്ട് തലകുലുക്കി. 1 മാസത്തിനു ശേഷം കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥം വിട്ട് ദ്വാരകയിലേക്ക് തിരികെ പോയി. കൃഷ്ണന് ജാമ്പവതിയിലുണ്ടായ മൂത്ത മകൻ സാമ്പൻ അല്പം ഒരു കുസൃതിയായിരുന്നു. എപ്പോഴും വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടും. പിന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ കൃഷ്ണൻ തന്നെ ചെല്ലണം. സാമ്പനും ചങ്ങാതിമാരും കൂടി ഹസ്തിനപുരിയുടെ അടുത്തുള്ള കാട്ടിൽ വേട്ടയ്ക്ക് പോയിരുന്നപ്പോൾ വെള്ളം കുടിക്കാൻ ദുര്യോധനന്റെ കൊട്ടാരത്തിൽ കയറി. വെള്ളം കൊണ്ടുവന്ന തരുണി ദുര്യോധനന്റെ മകൾ നന്ദിനിയായിരുന്നു. സാമ്പവന് അവളെ വലിയ ഇഷ്ടായി. അപ്പോൾ മുൻപും മുൻപും ആലോചിക്കാതെ അവളുടെ കൈ പിടിച്ച് തേരിൽ കയറ്റി സാമ്പവൻ. അതുകണ്ട് ദുര്യോധനൻ കോപിച്ച് ഭടന്മാരെ വിളിച്ച് സാമ്പനെ കൊണ്ടുപോയി തടവിലിടാൻ കൽപ്പിച്ചു. സാമ്പൻ തടവിലാണെന്ന വിവരം അറിഞ്ഞപ്പോൾ കൃഷ്ണൻ മകനെ രക്ഷപ്പെടുത്താൻ പോകുന്നതിന് ഒരുങ്ങി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ദുര്യോധനനുമായി എനിക്ക് വളരെ അടുപ്പമുണ്ടെന്ന് നിനക്കറിയാലോ. അയാളെ ഗദായുദ്ധം പഠിപ്പിച്ചത് ഞാനാണ്. ഗുരുവാണെന്ന വിചാരം അയാൾക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോയി കാര്യം പറഞ്ഞ് സാമ്പനെ വിടുവിച്ചു കൊണ്ടുവരാം. ദുര്യോധനന്റെ മകന് സുഭദ്രയെ കൊടുക്കണമെന്ന എന്റെ ആഗ്രഹം നീ കാരണം സാധിച്ചില്ല. അയാളുടെ മകളെ സാമ്പൻ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടാണ്. അയാളോട് പറഞ്ഞ് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തോളാം. ഇതും പറഞ്ഞ് ബലരാമൻ തേരിൽ കയറി ഹസ്തിനപുരിയിലേക്ക് ചെന്നു. ദുര്യോധനൻ ആദരവോടെ ബലഭദ്രനെ സ്വീകരിച്ചു. സൽക്കാരത്തിന് ശേഷം രണ്ടുപേരും തനിച്ചായപ്പോൾ ബലരാമൻ പറഞ്ഞു, നിന്റെ മകളെ സാമ്പൻ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ നമുക്ക് കരുതാത്ത ബന്ധമൊന്നുമല്ലല്ലോ അത്. നിന്റെ മകളെ സാമ്പൻ വിവാഹം കഴിക്കട്ടെ. സുഹൃത്ബന്ധം മാത്രമല്ല, വിവാഹബന്ധം കൂടി നമ്മുടെ 2 കുടുംബങ്ങളും തമ്മിലുണ്ടാവുമല്ലോ. ഗുരുവാണ് പറയുന്നതെന്ന് മറന്ന് ദുര്യോധനൻ ക്ഷോഭിച്ചു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? നമ്മുടെ 2 കുടുംബങ്ങളും തമ്മിൽ വിവാഹബന്ധം ഉണ്ടാവുന്നത് അനുചിതമാണ്. കൗരവ രാജാക്കന്മാർ വെൺകൊറ്റക്കുടയും മറ്റു ചിഹ്നങ്ങളുമുള്ള ചക്രവർത്തിമാരാണ്. യാദവ രാജാക്കന്മാരോ രാജാവെന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ. കൗരവ സാമ്രാജ്യത്തിലെ സാമന്തന്മാരാണ് യാദവന്മാർ. കൗരവ വംശത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ യാദവന് വിവാഹം ചെയ്തു കൊടുക്കുകയോ? അത് നടപ്പില്ല. ബലഭദ്രനും തെല്ല് ക്ഷോഭിച്ചു. സുഭദ്ര യാദവകുമാരിയല്ലേ? അവളെ നിന്റെ മകന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ആലോചന കൊണ്ടുവന്നത് നീ തന്നെയല്ലേ? അപ്പോൾ എവിടെ പോയി കിടന്നിരുന്നു ചക്രവർത്തി പദവും സാമന്ത സ്ഥാനവും ഒക്കെ? ദുര്യോധനൻ തോറ്റില്ല. താണകുലത്തിൽ നിന്ന് ഉയർന്ന കുലത്തിലേക്ക് കന്യകയെ എടുക്കാം, പക്ഷേ ഉയർന്ന കുലത്തിൽ നിന്ന് താണകുലത്തിലേക്ക് കന്യകയെ കൊടുക്കയില്ല.
ബലഭദ്രന് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി തന്റെ കലപ്പ കൊണ്ട് ഹസ്തിനപുരിയെ ഗംഗാനദിയിലേക്ക് തള്ളിയിടാൻ ഭാവിച്ചു. നഗരമാകെ ഭൂകമ്പം പോലെ ഇളകി മറിഞ്ഞു. വീടുകൾ തകർന്നു വീണു. ആളുകൾ സമനില കിട്ടാതെ മണ്ണിൽ പതിച്ച് ഉരുണ്ടു. ദുര്യോധനന്റെ വലിയ കൊട്ടാരം ഗംഗാനദിയുടെ നേർക്ക് ചാഞ്ഞു ചെരിഞ്ഞു കിടപ്പായി. ദുര്യോധനൻ ഭയപ്പെട്ട് ബലഭദ്രന്റെ കാൽക്കൽ വീണു. ഗുരു, ഹസ്തിനപുരിയെയും അതിലെ പ്രജകളെയും വെള്ളത്തിൽ മുക്കി കളയരുതേ. അങ്ങ് പറഞ്ഞ പോലെ എന്റെ മകളെ സാമ്പന് വിവാഹം ചെയ്തു കൊടുക്കാം. ബലഭദ്രൻ കോപം മാറി കലപ്പ കൊണ്ട് നഗരത്തെ വീണ്ടും പഴയ സ്ഥാനത്താക്കി. ദുര്യോധനൻ സാമ്പനെ തടവിൽ നിന്ന് വിട്ടയച്ചു. വിവാഹ ദിവസം തീരുമാനിക്കാൻ കൃഷ്ണനെയും കൂട്ടി ഇനിയൊരു ദിവസം വരാമെന്നും പറഞ്ഞ് ബലഭദ്രൻ സാമ്പനെയും വിളിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. താമസിയാതെ നന്ദിനിയും സാമ്പനും തമ്മിലുള്ള വിവാഹം ആഘോഷപൂർവ്വം നടക്കുകയും ചെയ്തു. രാജസൂയ യാഗത്തിനു ശേഷം നടന്ന സംഭവങ്ങൾക്ക് കൃഷ്ണൻ ദൃക്സാക്ഷിയായില്ല. പാണ്ഡവന്മാരുടെ ഐശ്വര്യത്തിൽ അസൂയാലുവായ ദുര്യോധനൻ യുധിഷ്ഠിര രാജാവിനെ ചൂത് കളിക്കാൻ ക്ഷണിച്ചു. ചൂതുകളിയിലെ അടവുകളെക്കുറിച്ച് അറിയില്ലെങ്കിലും ആ കളി വളരെ ഇഷ്ടമായിരുന്നു യുധിഷ്ഠിരന്. അദ്ദേഹം ദുര്യോധനന്റെ ക്ഷണം സ്വീകരിച്ച് ഹസ്തിനപുരിയിലേക്ക് അമ്മയോടും അനുജന്മാരോടും ദ്രൗപദിയോടും ഒന്നിച്ചു പോയി. ചൂതുകളിക്ക് പണയമായി ആദ്യം സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും പിന്നെ രാജ്യത്തിലെ സമ്പത്ത് മുഴുവനും യുധിഷ്ഠിരൻ പണയം വെച്ചു. രാജ്യം കൂടി പണയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിനാശകാലമായിരുന്നതിനാൽ വിപരീത ബുദ്ധിയായി തീർന്നിരുന്ന മഹാരാജാവ് തന്റെ 4 അനുജന്മാരെയും പിന്നെ അവനവനെ തന്നെയും പണയം വെച്ചു. ആ കളിയിലും തോറ്റപ്പോൾ അദ്ദേഹം ഭവിഷ്യത്താലോചിക്കാതെ പത്നി ദ്രൗപദിയെയും പണയം വെച്ചു. രജസ്വലയായിരുന്ന ദ്രൗപദി ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഭൃത്യൻ വന്ന് സഭയിലേക്ക് ചെല്ലാൻ പറഞ്ഞത് ദ്രൗപദി അനുസരിച്ചില്ലെന്നു കണ്ട് ദുര്യോധനന്റെ അനുജൻ ദുശാസനൻ നേരിട്ട് പോയി ദ്രൗപദിയെ തലമുടിക്ക് പിടിച്ചു വലിച്ച് ഇഴച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന് വസ്ത്രമഴിക്കാൻ ഭാവിച്ചു. പണയത്തിൽപ്പെട്ട ഭർത്താക്കന്മാരോ ഭീഷ്മ പിതാമഹനോ ദ്രോണാചാര്യരോ ധൃതരാഷ്ട്ര രാജാവോ എന്നു വേണ്ട ആരും തുണയ്ക്കാനില്ലാതെ നിസ്സഹായിയായി ദ്രൗപദി മേൽപോട്ട് നോക്കി വിളിച്ചു. അയ്യോ കൃഷ്ണ, ദ്വാരകാവാസൻ, അങ്ങ് എവിടെയാണ്? എൻ്റെ ഈ അവസ്ഥ ദിവ്യദൃഷ്ടിയുള്ള അങ്ങക്ക് കാണാൻ കഴിയുമല്ലോ. അനാഥയായ എന്നെ അങ്ങും ഉപേക്ഷിക്കുകയാണോ എന്ന് വിലപിച്ചു. ആ സമയത്ത് പല പല വർണ്ണങ്ങൾ കലർന്ന ഒരു ചിത്രശലഭത്തിന്റെ രൂപത്തിൽ കൃഷ്ണൻ സഭയുടെ മേൽഭാഗത്ത് പ്രത്യക്ഷനായി. ദുശാസനൻ ദ്രൗപദിയുടെ ഓരോ പുടവ വലിച്ചഴിക്കുമ്പോഴും ആ പൂമ്പാറ്റയിൽ നിന്ന് പല നിറങ്ങളിലുള്ള പട്ടുപുടവകൾ തൽസ്ഥാനത്ത് വന്നുകൊണ്ടിരുന്നു. ദുശാസനൻ അഴിച്ചു കളഞ്ഞ പുടവകൾ സഭാതലത്തിന്റെ മധ്യത്തിൽ കുന്നുകൂടി. അപ്പോഴും ദ്രൗപദി പൂർണ്ണ വസ്ത്രയായി നിന്നു. കൃഷ്ണന് മുറിവ് പറ്റിയപ്പോൾ താൻ ഉടുത്തിരുന്ന പുടവയിൽ നിന്നും ഒരു കഷ്ണം ചീന്തിയെടുത്ത് മുറിവ് കിട്ടിയ ദ്രൗപദിക്ക് വാസുദേവൻ പ്രത്യുപകാരം ചെയ്തത് അങ്ങനെയായിരുന്നു. പുടവക്കൂമ്പാരം കണ്ട് അംഭരന്ന് ദുശാസനൻ കൈകുഴഞ്ഞ് നിലത്തിരുന്നു. സഭയുടെ മേൽത്തട്ടിന്മേലെ ചിത്രശലഭം പറന്നു പോവുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദ്രൗപദിയും വിതുരനും മാത്രമേ ആ ശലഭത്തെ കണ്ടുള്ളൂ. ചൂതുകളി തുടങ്ങുമ്പോൾ തന്നെ നിശ്ചയിച്ചിരുന്ന പ്രകാരം പാണ്ഡവന്മാർ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും ചെയ്യാൻ കാട്ടിലേക്ക് പോയി. പോകും മുൻപ് ദ്രൗപദി എന്റെ അപമാനം കണ്ട് തുടമേലടിച്ചു ചിരിച്ച ദുര്യോധനനെ ഭീമസേനൻ തുടക്കടിച്ചു കൊല്ലട്ടെ. എന്റെ തലമുടിയും വസ്ത്രവും അഴിച്ച ദുശാസനനെ ഭീമസേനൻ വയർപിളർന്നു കൊല്ലട്ടെ. ആ ചോര പുരണ്ട കൈകൾ കൊണ്ട് ഭീമസേനൻ എന്റെ തലമുടി കെട്ടിത്തരുവോളം എന്റെ മുടി അഴിഞ്ഞു തന്നെ കിടക്കും. ദുശാസനനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന കർണനെ അർജുനൻ കൊല്ലട്ടെ എന്ന് ശപിച്ചു. പാണ്ഡവന്മാർ 5 പേരും ദ്രൗപദിയും കാമ്യകവനത്തിലും ദ്വൈതവനത്തിലും 12 കൊല്ലം മാറി മാറി താമസിച്ചു. സുഭദ്രയെയും അഭിമന്യുവിനെയും കൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. കുന്തിദേവി വിതുരന്റെ ഭവനത്തിൽ താമസമാക്കി. മനോഹരവും സകല സുഖ സൗകര്യങ്ങളുമുള്ളതുമായ ഇന്ദ്രപ്രസ്ഥം ദുര്യോധനൻ ദ്രോണാചാര്യനും പത്നി കൃപിക്കും മകൻ അശ്വത്ഥാമാവിനും താമസിക്കാൻ കൊടുത്ത് ഗുരുഭക്തി കാണിച്ചു. ദ്വൈതവനത്തിൽ പാണ്ഡവന്മാർ വനവാസം ചെയ്യുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. വനവാസം ആരംഭിച്ചപ്പോൾ പാണ്ഡവന്മാരുടെ ഗുണഗണങ്ങളിൽ ആകൃഷ്ടന്മാരായ അനവധി ഋഷിമാരും ബ്രാഹ്മണരും പൗരജനങ്ങളും അവരോടൊന്നിച്ച് താമസിക്കാൻ വന്നു. അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വഴി കാണാതെ യുധിഷ്ഠിരൻ സൂര്യഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ സൂര്യൻ ഒരു അക്ഷയപാത്രം യുധിഷ്ഠിരന് നൽകി. ഇഷ്ടമുള്ള ഏത് വിഭവവും എപ്പോൾ വേണമെങ്കിലും ആ പാത്രത്തിൽ നിന്ന് കിട്ടും. എന്നാൽ ദ്രൗപദിയുടെ ഊണ് കഴിഞ്ഞാൽ പാത്രം ശൂന്യമാവും. ആ പാത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് യുധിഷ്ഠിരൻ മുനിമാരെയും അതിഥികളെയും തൃപ്തിപ്പെടുത്തി പോന്നു. വനവാസകാലമായ 12 കൊല്ലം ആ പാത്രം ദ്രൗപദിയുടെ കൈവശത്തിലിരുന്നു. വനവാസം കഴിഞ്ഞ് അജ്ഞാതവാസാരംഭത്തോടെ പാത്രം തിരികെ സൂര്യനിലേക്ക് ഉയർന്നുപോയി. ഒരു ദിവസം ദുര്യോധനൻ പ്രേരിപ്പിച്ചതനുസരിച്ച് ക്രോധശീലനായ ദുർവാസാവു മഹർഷി ദ്രൗപദിയുടെ ഊണ് കഴിഞ്ഞ സമയം നോക്കി യുധിഷ്ഠിര രാജാവിന്റെ മുൻപിൽ 10,000 ശിഷ്യന്മാരോടൊപ്പം വന്നു. താൻ കുളി കഴിഞ്ഞു വന്നാലുടൻ ഭക്ഷണം വിളമ്പണമെന്ന് പറഞ്ഞേൽപ്പിച്ച് മുനി കുളിക്കാൻ പോയി. യുധിഷ്ഠിരൻ ദ്രൗപദിയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ആ പാവം തലയിൽ കൈവച്ചു. ദ്രൗപദിയുടെ ഊണ് കഴിഞ്ഞിരിക്കുന്നു. അക്ഷയപാത്രം ശൂന്യമായി തീർന്നു. ഇനി നാളെയേ അതിൽ നിന്ന് ഭക്ഷണം ലഭിക്കുകയുള്ളൂ.
കോപിഷ്ഠനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനുമായ ദുർവാസാവ് മഹർഷിക്കും 10,000 ശിഷ്യന്മാർക്കും എങ്ങനെ ഭക്ഷണം കൊടുക്കും? ദ്രൗപദി കൃഷ്ണനെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ കൂടെ കൂടെ കാട്ടിൽ വന്ന് ബന്ധുജനങ്ങളെ കാണാറുണ്ടായിരുന്ന കൃഷ്ണൻ അതുപോലെ മുറ്റത്തു നിന്ന് കയറി വന്ന് അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദ്രൗപദിയുടെ അടുത്ത് ചെന്നു. സഖി, എനിക്ക് വിശന്നിട്ട് വയ്യ. കാട്ടിലൂടെ വളരെ ദൂരം നടന്നിട്ടാ ഞാൻ വരുന്നത്. വല്ലാത്ത വിശപ്പും തളർച്ചയുണ്ട്. ഇപ്പോൾ തന്നെ വല്ലതും കഴിക്കാൻ തന്നില്ലെങ്കിൽ ഞാൻ മോഹാലസ്യപ്പെട്ട് വീണേക്കും. ദ്രൗപദിയുടെ കരച്ചിൽ വർദ്ധിച്ചു. കൃഷ്ണ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? എൻ്റെ ഊണ് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ദിവസം അക്ഷയപാത്രത്തിൽ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ? കൃഷ്ണൻ പതറിയില്ല. ഓ, അങ്ങനെയാണോ? ആട്ടെ, ഒരു കാര്യം ചെയ്യൂ. അക്ഷയപാത്രം എവിടെ? അതിങ്ങോട്ട് എടുത്തോണ്ട് വരൂ. ദ്രൗപദി നെറ്റി ചുളിച്ചു. അതെന്തിനു കൊണ്ടുവരണോ? അതിലൊന്നുമില്ല. ഞാനത് മോറി കമഴ്ത്തി കഴിഞ്ഞിരിക്കണോ? കൃഷ്ണൻ നിർബന്ധിച്ചു. എന്തായാലും അതൊന്ന് കൊണ്ടുവരൂ, ഞാൻ നോക്കട്ടെ. ദ്രൗപദി ഒഴിഞ്ഞ പാത്രം കൊണ്ടുവന്ന് കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു. പാത്രത്തിന്റെ വക്കത്ത് വളരെ ചെറിയൊരു ചീര ഇലത്തരി പറ്റി നിൽക്കുന്നത് കൃഷ്ണൻ കണ്ടു. കൃഷ്ണൻ അത് വിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് ഭക്ഷിച്ചു. എന്റെ വിശപ്പ് മാറി, വയർ നിറഞ്ഞു എന്ന് പറഞ്ഞ് പാണ്ഡവന്മാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. കൃഷ്ണൻ ചീരയിലത്തരി തിന്നതോടെ കുളി കഴിഞ്ഞ് കയറിയ ദുർവാസാവ് മഹർഷിയുടെയും ശിഷ്യന്മാരുടെയും വയർ നിറഞ്ഞു വീർത്തു. ഇനിയൊരു വറ്റ് പോലും വയറ്റിൽ കൊള്ളില്ല എന്നുള്ള സ്ഥിതിയായി. മുനി ലജ്ജിതനായി ശിഷ്യന്മാരെയും കൂട്ടി പാണ്ഡവന്മാരുടെ വസതിയിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവിടം വിട്ടുപോയി. പാണ്ഡവന്മാരുടെ ഒരു കൊല്ലത്തെ അജ്ഞാതവാസം വിരാട നഗരത്തിലാണ് ഉണ്ടായത്. ആ കാലഘട്ടം ദ്രൗപദിക്ക് വിശേഷിച്ചും ക്ലേശഭൂയിഷ്ടമായിരുന്നുവെങ്കിലും ധാർത്തരാഷ്ട്രന്മാർ കണ്ടുപിടിക്കാതെ ഒരു വിധത്തിൽ കഴിഞ്ഞുകൂടി. അജ്ഞാതവാസം അവസാനിച്ചപ്പോൾ കൃഷ്ണൻ വിരാട നഗരത്തിൽ ചെന്ന് പാണ്ഡവന്മാരെയും ദ്രൗപദിയെയും കണ്ടു. പാണ്ഡവന്മാരെ വെറും വൃദ്ധന്മാരായി ഗണിച്ചിരുന്ന വിരാട രാജാവിന് അവർ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞപ്പോൾ ലജ്ജയും ഒപ്പം സന്തോഷവും ഉണ്ടായി. അദ്ദേഹത്തിന്റെ മകൾ 16 വയസ്സായ ഉത്തരയെ അർജുനന്റെയും സുഭദ്രയുടെയും പുത്രനും കൃഷ്ണന്റെ ഭാഗിനേയരും 18 വയസ്സ് പൂർത്തിയായ വില്ലാളി വീരനുമായ അഭിമന്യു കൃഷ്ണന്റെ അഭിപ്രായപ്രകാരം വിവാഹം കഴിച്ചു. അതിനുശേഷം നഷ്ടപ്പെട്ട രാജ്യവും ഐശ്വര്യവും വീണ്ടെടുക്കാൻ പാണ്ഡവന്മാർ പരിശ്രമം തുടങ്ങി. ചൂതുകളിക്ക് മുൻപ് നിശ്ചയിച്ചിരുന്ന പ്രകാരം 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും തങ്ങൾ ചെയ്തുവെന്നും ഇന്ദ്രപ്രസ്ഥവും സ്വത്തുക്കളും തിരികെ തരണമെന്നും പറഞ്ഞ് അവർ പുരോഹിതനായ ധൗമ്യമുനിയെ ദൂതനായി അയച്ചു. എന്നാൽ ധൗമ്യർഷി അപമാനിതനായിട്ടാണ് തിരികെ വന്നത്. ഒരിക്കലും അതൊന്നും മടക്കിത്തരയില്ലെന്ന് ദുര്യോധനൻ ഉറപ്പിച്ചു പറഞ്ഞു അത്രേ. എന്നാൽ ഇനി യുദ്ധം ചെയ്ത് വീണ്ടെടുക്കുക തന്നെ വേണമെന്നായി യുധിഷ്ഠിരനൊഴിച്ചുള്ള പാണ്ഡവന്മാർക്ക്. അവസാനമായി ഒരു ശ്രമം കൂടി നടത്തി നോക്കണമെന്ന് യുധിഷ്ഠിരൻ അഭിപ്രായപ്പെട്ടു. ദൂതനായി സർവ്വസമ്മതനായ കൃഷ്ണൻ തന്നെ പോകണമെന്നും കൃഷ്ണൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ ദുര്യോധനന് ധൈര്യമുണ്ടാവുകയില്ലെന്നും അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു. കൃഷ്ണൻ അതുകേട്ട് സമ്മതിച്ച് ദൂതനായി പോകാമെന്ന് പറഞ്ഞു. അതറിഞ്ഞ് ഭീമസേനനും അർജുനനും കൃഷ്ണനെ തടയാൻ ഉദ്ദേശിച്ച് പലതും പറഞ്ഞു. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താണ് തെറ്റ്? യുദ്ധം ചെയ്താൽ 2 കൂട്ടർക്കും നാശനഷ്ടങ്ങളും ബന്ധുമിത്രനാശമേ ഉണ്ടാവുകയുള്ളൂ. യുദ്ധം ഒഴിവായാൽ വലിയൊരു ചോര ചൊരിച്ചിൽ ഒഴിവാക്കാമല്ലോ എന്നായിരുന്നു കൃഷ്ണന്റെ മറുപടി. കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് ദൂതനായി പോകുന്നുണ്ടെന്നറിഞ്ഞ് ദ്രൗപദി ഏകാന്തത്തിൽ കൃഷ്ണനോട് ആവലാതിപ്പെട്ടു. കൃഷ്ണ, അങ്ങ് എന്ത് ചീത്ത കാര്യത്തിനാണ് പുറപ്പെടുന്നത്? സഭയിൽ വെച്ച് തലമുടി അഴിച്ചിട്ടും പുടവക്കുത്തഴിച്ചിട്ടും എന്നെ അപമാനിച്ചത് മറക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല. ദുശാസനൻ തൊട്ട തലമുടി ഞാൻ പിന്നെ കെട്ടിവെച്ചിട്ടില്ല. ദുശാസനന്റെ നെഞ്ചും വയറും കുത്തിപ്പിളർന്ന് ആ ചുടുചൂര പുരണ്ട കൈകൊണ്ട് എന്റെ മുടി കെട്ടിത്തന്നതിനു ശേഷമേ ഞാൻ മുടി കെട്ടുകയുള്ളൂ എന്നാണ് എന്റെ ശപഥം. അവരെയൊക്കെ ഞാൻ ശപിച്ചിട്ടുമുണ്ട്. എന്റെ ശാപം വിഫലമാക്കാനാണോ അങ്ങയുടെ ഭാവം? ഹസ്തിനപുരിയിലേക്ക് ദൂതിന് പോകരുതെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ കാൽക്കൽ വീണു കരഞ്ഞ ദ്രൗപദിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൃഷ്ണൻ സമാധാനിപ്പിച്ചു. സഖി ദ്രൗപദി, എന്റെ ദൗത്യം വിജയിക്കാൻ പോകുന്നില്ല. ചൂതുകളിയിൽ താൻ അന്യായമായി സമ്പാദിച്ച രാജ്യവും സമ്പത്തും ദുർവാശിക്കാരനായ ദുര്യോധനൻ ഒരിക്കലും കൈവിടില്ല. യുദ്ധം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഭവതിയുടെ ശാപം തീർച്ചയായും ഫലിക്കും. കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് കുറച്ചു ദിവസം ദ്വാരകയിൽ ചെലവഴിക്കണമെന്ന് തീരുമാനിച്ച് മടങ്ങിപ്പോയി. തന്റെ പത്നിമാരുടെ പ്രേമഭക്തി എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കാനായിരുന്നു യാത്ര. കൃഷ്ണൻ ഒരു ദിവസം തലവേദന അഭിനയിച്ച് കിടപ്പായി. കൊട്ടാരം വൈദ്യൻ വന്ന് പരിശോധിച്ച് കൃഷ്ണന്റെ രഹസ്യമായ നിർദ്ദേശപ്രകാരം ചികിത്സ വിധിച്ചു. ഈ തലവേദന മാറണമെങ്കിൽ ഒരൊറ്റ പോംവഴിയുള്ളൂ. കൃഷ്ണനോട് ഏറ്റവും പ്രേമഭക്തിയുള്ള ഒരു സ്ത്രീയുടെ കാലുകൾ കഴുകിയ വെള്ളം കുടിക്കാൻ കൊടുക്കണം. കൃഷ്ണന്റെ കൽപ്പനയനുസരിച്ച് ദാസിമാർ രുക്മിണിയോടും സത്യഭാമയോടും മറ്റെല്ലാ പത്നിമാരോടും തലവേദനയ്ക്കുള്ള മരുന്നിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ കൃഷ്ണഭക്തിമാരാരും അതിനൊരുങ്ങിയില്ല. ഈശ്വര, എന്റെ കാലു കഴുകിയ വെള്ളം ഞാൻ എങ്ങനെ എന്റെ പ്രാണനാഥന് കുടിക്കാൻ കൊടുക്കും? അതിന്റെ പാപം ഏത് തീർത്ഥത്തിൽ മുങ്ങിയാലും പിന്നെ പിന്തുടർന്ന് വരില്ലേ? പാപം സമ്പാദിക്കാൻ വയ്യ. 16,008 പേരും ഇതേ സംഗതി പറഞ്ഞൊഴിഞ്ഞു മാറി. അപ്പോൾ കൃഷ്ണൻ ഉദ്ധവനെ വിളിച്ചു പറഞ്ഞു, കാൽ കഴുകിയ വെള്ളം എനിക്ക് കുടിക്കാൻ തന്നാൽ പാപമുണ്ടാവുമെന്ന് ഭയപ്പെട്ട് എന്റെ പത്നിമാരാരും കൂട്ടാക്കുന്നില്ല. അങ്ങ് ഗോകുലത്തിൽ പോയി രാധയോട് പറയൂ. രാധ എന്തു പറയുമെന്ന് നോക്കാലോ. ഉദ്ധവൻ വളരെ വേഗം ഗോകുലത്തിൽ ചെന്ന് രാധയോട് പറഞ്ഞു. അതുകേട്ട് രാധ പരിഭ്രാന്തയായി. എന്റെ പ്രിയപ്പെട്ട നന്ദകുമാരന് തലവേദനയാണെന്നോ? അതിനുള്ള മരുന്ന് പ്രേമഭക്തിയുള്ളവരുടെ കാൽ കഴുകിയ വെള്ളമാണെന്നോ? ഞാൻ തരാം, ഒട്ടും വൈകിക്കേണ്ട. രാധ ഉടൻ തന്നെ തന്റെ കാലുകൾ കഴുകിയ വെള്ളം ഒരു കുപ്പിയിലാക്കി ഉദ്ധവന്റെ പക്കൽ കൊടുത്തുവിട്ടു. വേഗം കൊണ്ടുപോയി കൊടുക്കൂ, യശോദാനന്ദനന്റെ തലവേദന മാറട്ടെ. ഉദ്ധവൻ കുപ്പി കൊണ്ടുപോയി കൃഷ്ണന് കൊടുത്തു. കൃഷ്ണൻ അത് കുടിച്ച് തലവേദന മാറിയതായി അഭിനയിച്ചു. എന്നിട്ട് പത്നിമാരോട് പറഞ്ഞു, നിങ്ങളുടെ കാൽ കഴുകിയ വെള്ളം എനിക്ക് കുടിക്കാൻ തന്നാൽ പാപമുണ്ടാവുമെന്നായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഭയം. എന്റെ തലവേദനയേക്കാൾ വലുതായി തോന്നിയത് നിങ്ങളുടെ പാപമാണ്. എന്നാൽ രാധ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ആലോചിച്ചതേയില്ല. എന്റെ തലവേദന മാറണമെന്ന് മാത്രമേ അവൾക്ക് വിചാരം ഉണ്ടായിരുന്നുള്ളൂ. രാധയ്ക്കുള്ളിടത്തോളം പ്രേമഭക്തി നിങ്ങൾക്ക് ആർക്കുമില്ല. രുക്മിണി മുതൽക്കുള്ള കൃഷ്ണപത്നിമാരെല്ലാം ലജ്ജിച്ചു തലതാഴ്ത്തി.
മറ്റൊരു ദിവസം കൃഷ്ണൻ ഹനുമാനെ സ്മരിച്ചു. ഹനുമാൻ തന്നെ ശ്രീരാമ ഭഗവാൻ വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്റെ കദളീ വനത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ കൃഷ്ണൻ തന്റെ രൂപം മാറ്റി ശ്രീരാമന്റെ രൂപമാക്കി. പത്നിമാരെ വിളിച്ച് ഹനുമാൻ 3.25 നാഴികയ്ക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അതിനു മുൻപായി സീത എന്റെ അടുത്തുണ്ടാവണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സീതയായി രൂപം മാറി സിംഹാസനത്തിൽ എന്റെ ഇടതുവശത്തിരിക്കണം. രുക്മിണിക്കോ സത്യഭാമയ്ക്കോ മറ്റ് പത്നിമാർക്കോ എത്ര ശ്രമിച്ചിട്ടും സീതയായി രൂപാന്തരപ്പെടാൻ സാധിച്ചില്ല. അതുകണ്ട് കൃഷ്ണൻ രാധയെ സ്മരിച്ചു. സ്മരിച്ച ഉടൻ തന്നെ ഗോപതരുണിയായ രാധ ഗോപികാരൂപം മാറി സീതാ മഹാരാജ്ഞിയായി രൂപാന്തരം പ്രാപിച്ച് കൃഷ്ണന്റെ ഇടതുവശത്ത് വന്നിരുന്നു. 2 ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് കൃഷ്ണൻ തന്റെ പത്നിമാരെക്കാൾ പ്രേമഭക്തി രാധയ്ക്കാണെന്ന് തെളിയിച്ച് അവരുടെ അഹങ്കാരം ശമിപ്പിച്ചു. 40. കൃഷ്ണദൂത്യം. കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് ദാരുകൻ തെളിക്കുന്ന തേരിൽ കയറി യാത്രയായി. ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ ദുര്യോധനൻ ആദരവ് ഭാവിച്ച് കൃഷ്ണനെ സ്വീകരിച്ചു. കൃഷ്ണ, അങ്ങ് എന്തോ കാര്യം സാധിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇന്നിപ്പോൾ സന്ധ്യാസമയം ആവാറായല്ലോ. സംഭാഷണമൊക്കെ നമുക്ക് നാളേക്ക് വെക്കാം. അങ്ങ് ഇവിടെ പല പല വിഭവങ്ങളോട് കൂടിയ ഭക്ഷണം കഴിച്ച് പട്ടുമെത്തുമേൽ കിടന്നുറങ്ങൂ. നമുക്ക് നാളെ സംസാരിക്കാം. ദുര്യോധനന്റെ ക്ഷണത്തിലെ അഹങ്കാരം കണ്ട് കൃഷ്ണന്റെ ഉള്ളിൽ ചിരി വന്നു. കൈകൂപ്പിക്കൊണ്ട് അടുത്തു നിൽക്കുന്ന വിതുരന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് കൃഷ്ണൻ ദുര്യോധനനോട് പറഞ്ഞു. ദുര്യോധന, അങ്ങയുടെ ക്ഷണത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ വിതുര മഹാശയത്തിന്റെ ഗൃഹത്തിലാണ് ഞാൻ ഇന്ന് രാത്രി കഴിക്കുന്നത്. അവിടെ അച്ഛൻ പെങ്ങൾ കുന്തിദേവി ഉണ്ടല്ലോ. പാണ്ഡവരുടെ വനവാസത്തിന്റെയും അജ്ഞാതവാസത്തിന്റെയും വിശദ വിവരങ്ങൾ അറിയാൻ അവർക്ക് താല്പര്യമുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. എനിക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും പട്ടുമെത്തയും വേണമെന്നില്ല. സ്നേഹത്തോടെ വിളമ്പിത്തരുന്ന ലളിതമായ ഭക്ഷണവും കിടന്നുറങ്ങാൻ ഒരു പായയും കിട്ടിയാൽ ഞാൻ തൃപ്തനാവും. ദുര്യോധനന് ലജ്ജയോടൊപ്പം ദേഷ്യവും വന്നു. കൃഷ്ണൻ ആഗതനായിട്ടുള്ളത് പാണ്ഡവന്മാരുടെ രാജ്യാവകാശം വാങ്ങിക്കൊടുക്കുന്നതിന് ശ്രമിക്കാനാണെന്ന് ദുര്യോധനൻ ശരിയായി ഊഹിച്ചിരുന്നു. കൃഷ്ണൻ തന്റെ ക്ഷണം നിരസിച്ചതിനു കാരണവും പാണ്ഡവന്മാരോടുള്ള പക്ഷപാതമാണെന്നും അയാൾ മനസ്സിലാക്കി. പാണ്ഡവന്മാരോടുള്ളതുപോലെ കൃഷ്ണനോടും വെറുപ്പ് തോന്നി അയാൾക്ക്. കൃഷ്ണൻ വിതുരന്റെ ഗൃഹത്തിൽ രാത്രി കഴിച്ചു. കുന്തിദേവിയോടും വിതുരനോടും കൃഷ്ണൻ ദീർഘസമയം സംസാരിച്ചു. വനവാസകാലത്തും അജ്ഞാതവാസകാലത്തും പാണ്ഡവന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കേട്ട് കുന്തിദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ധർമ്മിഷ്ഠനും സ്നേഹശീലനുമായ വിതുരനും ഒപ്പം ദുഃഖിച്ചു. എല്ലാം കേട്ട ശേഷം കുന്തിദേവി നെടുവീർപ്പോടെ പറഞ്ഞു. വാസുദേവ കൃഷ്ണ, എന്റെ മക്കൾ അനുഭവിക്കുന്നതൊക്കെ ഞാൻ ചെയ്ത മഹാപാപത്തിന്റെ ഫലമാണ്. ഞാൻ ആദ്യം പ്രസവിച്ച മകനെ പുഴയിലൊഴുക്കി വിട്ടുകളഞ്ഞതിന്റെ ഫലം. കൃഷ്ണ, നിനക്ക് ആ ചരിത്രം അറിയോ? അറിയാൻ വഴിയില്ല. ഞാനും എന്റെ ധാത്രി വസുന്ധരയും മാത്രം അറിഞ്ഞ സത്യമാണത്. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഭോജരാജധാനിയിൽ കന്യകയായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ദുർവാസാവ് മുനി അവിടെ വന്നു. ഞാൻ അദ്ദേഹത്തെ പരിചരിച്ചു. സ്വതവേ ക്രോധശീലനായ അദ്ദേഹം പക്ഷേ എന്റെ പരിചര്യയിൽ തൃപ്തനായി. എനിക്ക് 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തന്നു. സൂര്യൻ, യമധർമ്മരാജാവ്, വായുഭഗവാൻ, ദേവേന്ദ്രൻ, അശ്വിനി ദേവന്മാർ എന്നിവരിൽ നിന്ന് സന്തോനോൽപാദനം നടത്താനുള്ള മന്ത്രങ്ങളായിരുന്നു അവ. ഋഷി പോയ ഉടനെ ഞാൻ വെറും ബാലികാ സഹജമായ ചാബല്യം കൊണ്ട് സൂര്യദേവനെ ആഹ്വാനം ചെയ്യാനുള്ള മന്ത്രം ജപിച്ചു. തേജസ്വിയായ സൂര്യഭഗവാൻ എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വെറുതെ കളിയായി വിളിച്ചതാണെന്ന എന്റെ ഒഴിവുകഴിവൊന്നും ഭഗവാൻ കേട്ടില്ല. ആരും തന്നെ വെറുതെ കളിയായി വിളിക്കാറില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സമീപിച്ചു. പ്രേമപൂർവ്വം എന്നെ തലോടി ലാളിച്ചു. ആ ലാടനെ അനുഭവിച്ച് ഞാൻ അദ്ദേഹത്തിന് എന്റെ സ്വയം സമർപ്പിച്ചു. ആ അർപ്പണത്തിന്റെ ഫലമായി ഞാൻ ഗർഭിണിയായി. എന്റെ ധാത്രി വസുന്ധരയൊഴിച്ച് ആരും കൊട്ടാരത്തിൽ അതറിഞ്ഞില്ല. മാസം തികഞ്ഞപ്പോൾ ഞാൻ ജന്മനാ കവചകുണ്ടലങ്ങളുള്ള തേജസ്വിയായ ഒരു ഉണ്ണിയെ പ്രസവിച്ചു. അവനെ പിരിയാൻ വയ്യെന്ന് തോന്നിയെങ്കിലും അവിവാഹിതയായ ഞാൻ പ്രസവിച്ചുവെന്ന് ലോകർ അറിഞ്ഞാലുള്ള അപമാന ഭീതി കാരണം വസുന്ധരയുടെ സഹായത്തോടെ ഞാൻ അവനെ മുകൾ വശത്ത് തുളകളുള്ള ഒരു പെട്ടിയിൽ കിടത്തി. പെട്ടിയിലടയ്ക്കും മുമ്പ് ഞാൻ അവനെ വളരെ പ്രാവശ്യം ചുംബിച്ച് താലോലിച്ചു. മതിവരാതെ പെട്ടിയിൽ കിടത്തി വസുന്ധരയോടൊപ്പം ഗംഗാനദീതീരത്തു ചെന്ന് പെട്ടി പുഴയിലൊഴുക്കി. പെട്ടിയോളങ്ങളിൽ കുലുങ്ങി കുലുങ്ങി ചാഞ്ചാടി പോകുന്നത് ഞാൻ കണ്ണിൽ മറയുവോളം നോക്കി നിന്നു. ഞാനിനി അവനെ കാണുകയേയില്ലെന്നായിരുന്നു എന്റെ വിചാരം. എന്നാൽ അത് പിഴച്ചു. പാണ്ഡു മഹാരാജാവിന്റെ പത്നിയായി ഹസ്തിനപുരിയിൽ വന്നപ്പോൾ സൂതനായ അതിരഥനും രാധയ്ക്കും കളഞ്ഞുകിട്ടിയ ഉണ്ണിയായി അവൻ വളരുന്നത് അറിഞ്ഞു. പാണ്ഡുരാജാവിന് മുനിശാപം നിമിത്തം പത്നിമാരെ തൊടാൻ വയ്യാത്ത സ്ഥിതി വന്നപ്പോൾ മറ്റ് 3 മന്ത്രങ്ങളിൽ എനിക്ക് 3 മക്കളും സപത്നി മാതൃയ്ക്ക് മറ്റ് 2 മന്ത്രങ്ങളിൽ നിന്ന് 2 മക്കളും ജനിച്ചു. മഹാരാജാവും മാതൃയും മരിച്ച ശേഷം അവരെ 5 പേരെ വളർത്തുമ്പോഴും എനിക്ക് ആദ്യം ജനിച്ച ശിശുവിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു. എന്റെ പ്രഥമപുത്രൻ കർണൻ ദുര്യോധനന്റെ ചങ്ങാതിയും എന്റെ മറ്റു മക്കളുടെ ശത്രുവുമായി വളർന്നു വരുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. അർജുനനും കർണനും ബദ്ധശത്രുക്കളായതും ദ്രൗപദി സ്കൂതപുത്രനെ വരിക്കുകയില്ലെന്ന് പറഞ്ഞ് അവനെ അപമാനിച്ചതും ഞാൻ അറിഞ്ഞു. എല്ലാം ഞാൻ നിശബ്ദം സഹിച്ചു. ഇനി യുദ്ധം വന്നാൽ എന്തുണ്ടാവും? കർണനും എന്റെ മക്കളും 2 ചേരികളിലായി നിന്ന് യുദ്ധം ചെയ്യില്ലേ? ചിലരൊക്കെ മരിക്കും. ഈ 6 പേരിൽ ആര് മരിച്ചാലും എനിക്ക് ദുഃഖമാണ് കൃഷ്ണ. കർണനെ വാസ്തവം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ മടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയോ? ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് അങ്ങേക്കു മാത്രമായിരിക്കും. കൃഷ്ണൻ ആരും അറിയാത്ത ആ അദ്ഭുതകഥ കേട്ടതിൽ പിന്നെ മറുപടി പറഞ്ഞു. ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ ഫലപ്രാപ്തിയിൽ എനിക്ക് വിശ്വാസമില്ല. ദുര്യോധനൻ രാജ്യവും സുഖഭോഗ വസ്തുക്കളും കൊടുത്ത് കർണനെ അത്രത്തോളം വശപ്പെടുത്തിയിരിക്കുന്നു. ദുര്യോധനന്റെ അന്തഃപുരത്തിലേക്ക് സമ്മതം കൂടാതെ പ്രവേശിക്കാവുന്ന ഒരേയൊരാൾ കർണനാണ്. ദുശാസനൻ മുതലായ അനുജന്മാർക്ക് പോലും ആ സ്വാതന്ത്ര്യമില്ല. പ്രഭാതത്തിലെ നിത്യകൃത്യങ്ങൾക്കു ശേഷം കൃഷ്ണൻ ദുര്യോധനന്റെ രാജധാനിയിലെ സഭാതലത്തിലേക്ക് ചെന്നു.
ദുര്യോധനൻ കാലേക്കൂട്ടി കൽപ്പന പുറപ്പെടുവിപ്പിച്ചിരുന്നു. പാണ്ഡവന്മാർക്ക് രാജ്യാവകാശം തിരികെ കൊടുക്കണമെന്ന് പറയാനായിരിക്കും വാസുദേവകൃഷ്ണൻ വരുന്നത്. ആ യാദവനെ കണ്ടാൽ ആരും ബഹുമാനത്തോടെ എഴുന്നേൽക്കരുത്. എല്ലാവരും അവനവന്റെ ഇരിപ്പിടത്തിൽ ഉറച്ചിരുന്നോളണം. താൻ എത്ര ആദരണീയനൊന്നുമല്ലെന്നും പാണ്ഡവന്മാരുടെ വെറുമൊരു ദൂതൻ മാത്രമാണെന്നും അയാൾ മനസ്സിലാക്കട്ടെ. സഭയിൽ ദുര്യോധനനും ദുശാസനനും ധൃതരാഷ്ട്രരും ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യരും പ്രധാന സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. കൗരവന്മാരുടെ കുടുംബകാര്യമല്ലാത്തതിനാൽ കർണൻ കുറച്ചുമാറി സഭയിലേക്ക് കടക്കുന്ന വാതിലിനടുത്തുള്ള പീഠത്തിന്മേലാണ് ഇരുന്നത്. കൃഷ്ണൻ സഭയുടെ വാതിൽ കടന്ന് അകത്തു പ്രവേശിച്ച ഉടനെ ദുര്യോധനൻ കൽപ്പിച്ചതു മറന്ന് എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. കർണനാണ് ആദ്യം കൃഷ്ണനെ കണ്ടതും തൊഴുതുകൊണ്ട് എഴുന്നേറ്റതും. എല്ലാവരും എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ട് അന്ധനായ ധൃതരാഷ്ട്രരും എഴുന്നേറ്റ് നിന്നു. കൃഷ്ണൻ കർണന്റെ ചുമലിൽ തട്ടി സ്നേഹം പ്രകടിപ്പിച്ച് സഭയുടെ മധ്യത്തിലേക്ക് കടന്നു. ഒന്നൊഴിയാതെ സകലരും കൃഷ്ണൻ വന്നപ്പോൾ എഴുന്നേറ്റതു കണ്ട് ദുര്യോധനൻ കുപിതനായി അവരെ കൈകൾ കൊണ്ട് വിലക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് സിംഹാസനത്തിന്റെ കൈവരി തട്ടി നിലത്ത് കമഴ്ന്നടിച്ച് വീണുപോയി. കൃഷ്ണൻ വന്നാൽ ഭക്ത്യാദരപൂർവ്വം ആരും എഴുന്നേൽക്കരുത് എന്ന് കൽപ്പിച്ച ദുര്യോധനൻ കൃഷ്ണന്റെ മുൻപാകെ സ്വയം അറിയാതെ നമസ്കരിക്കാണ് ഉണ്ടായത്. പലരും ചിരി അടക്കി. കൃഷ്ണൻ വിടർന്നു ചിരിച്ചുകൊണ്ട് നേരെ ചെന്ന് ദുര്യോധനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സിംഹാസനത്തിലിരുത്തി. എന്നിട്ട് തനിക്കായി ഒരുക്കിവെച്ച താണപീഠത്തിന്മേലിരുന്നു. കുറച്ചുനേരം എല്ലാവരും നിശബ്ദരായിരുന്നു. പിന്നീട് കൃഷ്ണൻ ദുര്യോധനനോട് പറഞ്ഞു, ചൂതുകളിയിലെ വ്യവസ്ഥയനുസരിച്ച് പാണ്ഡവന്മാർ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും കഴിച്ചുകൂട്ടി. ഇനി പാണ്ഡവന്മാർക്ക് അവരുടെ അവകാശമായ പകുതി രാജ്യം, അതായത് ഇന്ദ്രപ്രസ്ഥവും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും കൊടുക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ദുര്യോധന, അങ്ങെന്തു പറയണു? ദുര്യോധനൻ ക്ഷോഭിച്ചു. എന്റെ സാമർഥ്യം കൊണ്ട് ഞാൻ പിടിച്ചെടുത്ത പകുതി രാജ്യം ഒരിക്കലും ഞാൻ പാണ്ഡവന്മാർക്ക് കൊടുക്കില്ല. അത് വിചാരിച്ച് അങ്ങനെ തുടർന്ന് സംസാരിക്കണ്ട. കൃഷ്ണൻ പുഞ്ചിരി തൂകി. വേണ്ട, പകുതി രാജ്യം കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട. അവർ 5 ഗ്രാമങ്ങളുടെ അധിപതികളായ സാമന്ത പ്രഭുക്കളായിരുന്നോളട്ടെ. ദുര്യോധനൻ വീണ്ടും ക്ഷോഭിച്ചു. 5 ഗ്രാമങ്ങളോ? ഒരിക്കലും ഞാൻ അത്രയും സ്ഥലം കൊടുക്കില്ല. കൃഷ്ണൻ വീണ്ടും ആകർഷകമായ മന്ദഹാസത്തോടെ പറഞ്ഞു. അതും വേണ്ട, അവർക്ക് ഇന്ദ്രപ്രസ്ഥം സ്ഥിതി ചെയ്യുന്ന അവരൊറ്റ ഗ്രാമെങ്കിലും കൊടുത്തൂടെ? ദുര്യോധനൻ സമ്മതിച്ചില്ല. കൃഷ്ണ, വായടയ്ക്കൂ. ആ ഗ്രാമം കൊടുത്താൽ പകുതി രാജ്യം കൊടുത്ത ഫലമായില്ലേ? അത് വയ്യ. കൃഷ്ണൻ വിട്ടില്ല. അതും വേണ്ട, അവർക്ക് താമസിക്കാൻ 5 ഭവനങ്ങൾ കൊടുക്കാലോ, ഇല്ലേ? ദുര്യോധനന്റെ ക്ഷോഭം ഇരട്ടിച്ചു. എന്തിനാണ് അവർക്ക് 5 ഭവനങ്ങൾ? ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും പിന്നെ കഴിഞ്ഞ 12 കൊല്ലക്കാലവും അവർ വന്യമൃഗങ്ങളെപ്പോലെ കാട്ടിലെ ഗുഹകളിലും ഇലക്കുടലുകളിലുമാണ് കഴിഞ്ഞത്. ഇനിയും അവിടെ തന്നെ കഴിഞ്ഞൂടെ മതിയല്ലോ. എന്നിട്ടും കൃഷ്ണൻ വിട്ടില്ല. ദുര്യോധന, അങ്ങ് കാരുണ്യനിധിയാണ്. അങ്ങയുടെ വിശാലമായ സാമ്രാജ്യത്തിൽ അവർക്ക് 5 പേർക്കും കൂടി താമസിക്കാൻ 1 ഭവനെങ്കിലും കൊടുക്കൂ. താഴാവുന്നിടത്തോളം ഞാൻ താണു കഴിഞ്ഞു. ദുര്യോധനൻ ക്ഷോഭം സഹിക്കാതെ ചാടി എഴുന്നേറ്റു. കൃഷ്ണ, പായാരം പറയുന്നത് നിർത്തൂ. പാണ്ഡുവിന്റെ മക്കളല്ല അവർ, വെറും ക്ഷേത്രജപുത്രന്മാരാണ്. അവർക്ക് ഈ രാജ്യത്തിൽ യാതൊരു അവകാശവും. 1 ഭവനം പോയിട്ട് സൂചി കുത്താനുള്ള സ്ഥലം പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല. കൃഷ്ണനും തെല്ല് ക്ഷോഭിച്ചു. പാണ്ഡവന്മാർ ക്ഷേത്രജപുത്രന്മാരാണെങ്കിൽ അങ്ങയുടെ അന്ധനായ അച്ഛനും ക്ഷേത്രജപുത്രനാണ്. അങ്ങേക്ക് ഈ രാജ്യത്തിൽ യാതൊരു അവകാശവും. ഭീഷ്മരാജാവിന് മാത്രമാണ് കുരുവംശജാതൻ എന്ന നിലയിൽ ഹസ്തിനപുരിക്ക് അവകാശം. ദുര്യോധനൻ ക്രോധം കൊണ്ട് ആകച്ചു വന്നു. അയാൾ കിങ്കരന്മാരെ വിളിച്ചു. കൃഷ്ണനെ കയറുകൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലടയ്ക്കുവിൻ എന്ന് കൽപ്പിച്ചു. അതുകേട്ട് കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരി ഇടിവെട്ടിനേക്കാൾ ശബ്ദത്തിൽ മുഴങ്ങി. എല്ലാവരുടെയും ചെവികൾ കൊട്ടിയടച്ചു. കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടും പോലെ തോന്നി. നോക്കി നിന്നവരുടെ കണ്ണുകൾ മങ്ങിപ്പോയി. അല്പസമയത്തേക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. ഭഗവാന്റെ വിശ്വരൂപം എല്ലാവരെയും അമ്പരപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞു. അഗ്നിജ്വാലകൾ നടന്നു നീങ്ങും പോലെ കൃഷ്ണൻ സഭാതലത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പിന്നെ പതുക്കെ സൗമ്യത പ്രാപിച്ച് കർണനെ ചുമലിൽ പിടിച്ച് ഒപ്പം കൊണ്ടുപോയി. പുറത്തെത്തിയ ഉടൻ തലേരാത്രി അച്ഛൻ പെങ്ങൾ കുന്തിദേവി പറഞ്ഞ കർണന്റെ ജനനകഥ കൃഷ്ണൻ കർണനോട് പറഞ്ഞു. പാണ്ഡവന്മാരുടെ പക്ഷത്ത് നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാം കേട്ടുനിന്ന ശേഷം കർണൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങയുടെ വായിൽ നിന്നാണ് ആദ്യമായി എന്റെ ജനനത്തെക്കുറിച്ച് ഞാൻ കേട്ടത്. എന്റെ അമ്മയും അച്ഛനും ആരാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അവരെ ഒരിക്കലെങ്കിലും ഒന്ന് കാണുന്നതിന് ഞാൻ ആശിക്കാറുമുണ്ട്. ഇപ്പോൾ ഞാൻ അറിയുന്നു, ദിവസേന രാവിലെ ഞാൻ നമസ്കരിക്കാറുള്ള സൂര്യഭഗവാനാണ് എന്റെ അച്ഛൻ. പാണ്ഡവന്മാരുടെ വന്ധ്യമാതാവായ കുന്തിദേവി എന്നെ പ്രസവിച്ച അമ്മയും. പക്ഷേ ആ അമ്മയ്ക്ക് അന്ന് മകനേക്കാൾ വലുത് അഭിമാനമായിരുന്നു. എന്നെ പുഴയിലൊഴുകിക്കളയാൻ എൻ്റെ പെറ്റമ്മ മടിച്ചില്ല. അങ്ങനെ ഒരമ്മ പറയണത് ഞാൻ വിലവയ്ക്കേണ്ടതുണ്ടോ? ശരപ്രയോഗത്തിൽ എപ്പോഴും എന്നോട് മല്ലിട്ട അർജുനനെ ഞാൻ സ്വന്തം അനുജനായി കരുതണമെന്നോ? സാധ്യമല്ല. അർജുനൻ എന്നും എൻ്റെ ശത്രുവായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ ദ്രൗപദി എൻ്റെയും കൂടി പത്നിയാവുമെന്ന് പറയാൻ കൂടി അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ പ്രലോഭനം എന്നെ മോഹിപ്പിക്കയില്ല. നിറഞ്ഞ സ്വയംവര സദസ്സിൽ വെച്ച് സൂതപുത്രനായ എന്നെ തിരസ്കരിച്ച ആ സ്ത്രീയോട് വെറുപ്പല്ലാതെ മറ്റൊരു വികാരവും എനിക്കില്ല. കൃഷ്ണ, ദുര്യോധനനാണ് എനിക്കെപ്പോഴും സുഹൃത്തും രക്ഷകനുമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കൗരവ സാമ്രാജ്യത്തിൽ നിന്ന് അംഗരാജ്യം എനിക്ക് വിട്ടുതന്നു. സൂതപുത്രൻ എന്നല്ലാതെ അംഗരാജാവ് എന്ന ബഹുമതി അദ്ദേഹം മൂലമാണ് എനിക്ക് ലഭിച്ചത്. ആരുടെ പരിഹാസവും എന്നെ വേദനിപ്പിക്കാത്ത വിധത്തിൽ അദ്ദേഹം എൻ്റെ ചുറ്റും ഒരു വലയം തീർത്തു. യുദ്ധം ആസന്നമായിരിക്കുന്ന സമയത്ത് ഉത്തമനായ ഒരു സുഹൃത്തിനെ വിട്ട് ഞാൻ ശത്രുക്കളുടെ കൂടെ കൂടണമെന്നാണോ സത്യവാദിയും നീതിനിഷ്ഠനുമെന്ന് കേൾവിപ്പെട്ട അങ്ങ് പറയുന്നത്? അതൊരിക്കലും നടക്കില്ല. കർണന്റെ വാക്കുകൾ പരമാർത്ഥമാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. എങ്കിലും പാണ്ഡവന്മാർക്കു വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യാനായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശം.
വിഫലമായിരിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ടും വാസുദേവകൃഷ്ണൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തന്റെ ദൂത് ഫലിച്ചില്ലെന്നും യുദ്ധത്തിന് ഒരുങ്ങുകയാണിനി വേണ്ടതെന്നും പാണ്ഡവന്മാരോട് പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങി. ദ്വാരകയിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൃഷ്ണൻ മട്ടുപ്പാവിലിരുന്ന് ദൂരത്തേക്ക് നോക്കിയപ്പോൾ കിഴക്കുനിന്ന് ഒരു തേരും പടിഞ്ഞാറുനിന്ന് മറ്റൊരു തേരും വരുന്നത് കണ്ടു. അവയിലൊന്നിൽ ദുര്യോധനനും മറ്റൊന്നിൽ അർജുനനുമാണ് ഇരിക്കുന്നതെന്നും കണ്ടു. ഉടൻ വാസുദേവകൃഷ്ണൻ തന്റെ കിടപ്പറയിൽ ചെന്ന് ഉറക്കം നടിച്ചു കിടന്നു. ആദ്യം ദുര്യോധനനാണ് എത്തിയത്. കൃഷ്ണൻ ഉറങ്ങുകയാണെന്ന് കാവൽക്കാർ പറഞ്ഞറിഞ്ഞപ്പോൾ അയാൾ ആ മുറിയിൽ കടന്ന് കൃഷ്ണന്റെ തലയ്ക്കൽ ഭാഗത്തുള്ള ഒരു ഉത്തമ പീഠത്തിന്മേൽ ഇരിപ്പായി. രണ്ടാമത് വന്ന അർജുനനാകട്ടെ കൃഷ്ണന്റെ കാൽക്കൽ കൈകുപ്പിക്കൊണ്ട് നിന്നു. കുറച്ചുനേരം ഉറക്കം അഭിനയിച്ച ശേഷം ഉണർന്നതായി ഭാവിച്ച് കൃഷ്ണൻ കണ്ണുമിഴിച്ചു. കാൽക്കൽ നിൽക്കുന്ന അർജുനനെയാണ് കൃഷ്ണൻ ആദ്യം കണ്ടത്. അർജുന, എന്താണ് അപ്രതീക്ഷിതമായ ഒരു വരവ്? എന്തു വേണം? അർജുനൻ കൈകൂപ്പിക്കൊണ്ട് തന്നെ വിനീത സ്വരത്തിൽ അപേക്ഷിച്ചു. യുദ്ധം അടുത്തു വന്നെത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. അഭ്യർത്ഥിക്കാനാണ് വന്നത്. കൃഷ്ണൻ എഴുന്നേറ്റിരുന്നു. തലക്കിലിരിക്കുന്ന ദുര്യോധനനെ അപ്പോൾ മാത്രമാണ് കണ്ടത്. ആ, ദുര്യോധനനുണ്ടല്ലോ. എന്തോ ഒരു ആവശ്യത്തിനാണ് എന്നെ കാണാൻ വന്നത് അല്ലേ? അതോ ഗതായുദ്ധത്തിലെ ഗുരുവായ ജ്യേഷ്ഠനെ കാണാനാണോ അങ്ങയുടെ വരവ്? ദുര്യോധനൻ കൈകൾ കെട്ടിയിരുന്ന് പ്രൗഢഗംഭീരമായി പറഞ്ഞു. കൃഷ്ണ, യുദ്ധം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട്. കൃഷ്ണൻ തെല്ലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ഇവിടെ 4 അക്ഷൗഹിണി പടയുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ ആ പടയെ വിട്ടുതരാം. മറ്റേയാൾക്ക് ഞാൻ മാത്രം സഹായത്തിന് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല. നിരായുധനായിട്ടാണ് ഞാൻ വരിക. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവിൻ. അർജുനൻ നിസ്സംശയം മറുപടി പറഞ്ഞു. കൃഷ്ണ, നിരായുധനായ അങ്ങ് മാത്രം മതി എനിക്ക് സഹായത്തിന്. അങ്ങൊപ്പമുണ്ടെങ്കിൽ പടയും പടക്കോപ്പും ഒന്നും എനിക്ക് ആവശ്യമില്ല. ദുര്യോധനൻ ദുരയോടും ആർത്തിയോടും കൂടി പറഞ്ഞു. കൃഷ്ണ, എനിക്ക് അങ്ങയുടെ 4 അക്ഷൗഹിണിപ്പട കിട്ടിയാൽ മതി. 7 അക്ഷൗഹിണിപ്പട എനിക്കിപ്പോൾ തന്നെ ഉണ്ട്. അങ്ങ് തരുന്നതും കൂടിയാവുമ്പോൾ 11 എണ്ണാവും. ശത്രുക്കൾക്ക് 7 അക്ഷൗഹിണിപ്പടകളേ ഉള്ളൂ. നിരായുധനായ അങ്ങയെ കിട്ടിയിട്ട് എനിക്കെന്താ പ്രയോജനം? കൃഷ്ണൻ ചിരിച്ചു. ശരി, അങ്ങനെയാട്ടെ. ഞാൻ നിരായുധനായി അർജുനന്റെ കൂടെ നിൽക്കാം. യുദ്ധം നടക്കുമ്പോൾ വെറുതെ നോക്കി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പാർത്ഥന്റെ തേര് തെളിക്കാം. ധനഞ്ജയ, ഞാൻ നിന്റെ സാരഥിയായിരിക്കുന്നത് നിനക്കിഷ്ടല്ലേ? അർജുനൻ കൃഷ്ണന്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് സകൽഗതം പറഞ്ഞു. അങ്ങന്റെ സാരഥിയാവുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുള്ളൂ. എന്റെ യുദ്ധരഥത്തിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങ് സാരഥിയായിരിക്കുന്നു. എനിക്ക് മറ്റൊരാശ്രയമില്ല. കൃഷ്ണൻ പുഞ്ചിരിയോടെ അർജുനനെ ആശ്ലേഷിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. അക്ഷൗഹിണിപ്പട കിട്ടിയതിൽ സന്തോഷിച്ച് ദുര്യോധനനും സാക്ഷാൽ ശ്രീകൃഷ്ണനെ സാരഥിയും സഹായിയുമായി കിട്ടിയതിൽ പ്രസന്നനായ അർജുനനും ദ്വാരക വിട്ട് 2 വഴിക്ക് മടങ്ങിപ്പോയി. 41. ഭാരതയുദ്ധവും ഗീതോപദേശവും. ഭാരതഖണ്ഡത്തിന്റെ ചരിത്രത്തിൽ അതുവരെ ഉണ്ടാവാത്തത്ര സന്നാഹങ്ങളോടെ പാണ്ഡവന്മാരും ധാർത്തരാഷ്ട്രന്മാരും തമ്മിൽ 18 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് നാന്ദി കുറിച്ചു. പാവനമായ കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിൽ 2 പടകളും നിരന്നുനിന്നു. 11 അക്ഷൗഹിണിപ്പടകളും പാണ്ഡവന്മാരുടെ 7 അക്ഷൗഹിണിപ്പടകളും. പാണ്ഡവസേനയുടെ മധ്യത്തിൽ പാർത്ഥസാരഥിയായ കൃഷ്ണൻ തേരുകൊണ്ടുപോയി നിർത്തി. അർജുനൻ എതിർനിരയിലേക്ക് നോക്കി. അച്ഛനില്ലാത്ത കുറവറിയിക്കാതെ തങ്ങളെ വാത്സല്യപൂർവ്വം വളർത്തിക്കൊണ്ടുവന്ന ഭീഷ്മ പിതാമഹൻ, അത്യപൂർവങ്ങളായ ആയുധവിദ്യകൾ തനിക്കു മാത്രം പഠിപ്പിച്ചു തന്ന സ്നേഹസമ്പന്നനായ ഗുരു ദ്രോണാചാര്യർ, നകുല സഹദേവന്മാരുടെ അമ്മാമനാണെങ്കിലും തനിക്ക് മാതുലതുല്യനായ മദ്രാധിപൻ ശല്യൻ, ദുര്യോധനും ദുശാസനും ഒഴിച്ചുള്ള സ്നേഹശീലന്മാരായ ധാർത്തരാഷ്ട്രന്മാർ, 2 കൂട്ടർക്കും കൂടിയുള്ള ഒരേയൊരു അനുജത്തിയായ ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥൻ, സതീർത്ഥ്യനായിരിക്കുന്ന ദ്രോണപുത്രൻ അശ്വത്ഥാമാവ്, പലതരത്തിൽ ചർച്ചക്കാരും മിത്രങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും കണ്ട് അർജുനൻ കണ്ണീർ നിറഞ്ഞ മിഴികളോടെ കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണ, മുൻപിൽ ഞാൻ കാണുന്നതെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. ഇവരുടെ എല്ലാം ദേഹത്തിൽ ഒരു സൂചി തറച്ചാൽ പോലും എനിക്ക് വേദനിക്കും. അങ്ങനെയുള്ളവരുടെ നേരെ ഞാൻ എങ്ങനെ കൂർത്തമ്പെയ്യും? ഇവരാരെങ്കിലും എൻ്റെ കൈകൊണ്ട് മരിക്കാനിടയായാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. സ്വജനനിഗ്രഹം എന്ന പാപം ഒരിക്കലും എന്നെ വിട്ടുപോവുകയില്ല. എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ കൃഷ്ണ, തേരുതിരിക്കൂ. നമുക്ക് മടങ്ങിപ്പോവാം. അർജുനൻ തന്റെ ഗാണ്ഡീവ ചാപവും അമ്പുകളും ഒഴിയാത്ത ആവനാഴിയും തേർത്തട്ടിലിട്ട് മുഖം പൊത്തി കുമ്പിട്ടിരുന്ന് കരഞ്ഞു തുടങ്ങി. കൃഷ്ണൻ അർജുനന്റെ കൈകൾ പിടിച്ച് മുഖത്തുനിന്ന് മാറ്റി ശാന്തസ്വരത്തിൽ പറഞ്ഞു. അർജുന, നിന്റെ ഹൃദയ ദൗർബല്യം ക്ഷുദ്രമാണ്. അത് ത്യജിച്ച് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കൂ. ഇക്കാണുന്നവരിൽ മിക്കവരും ആയുസ് നശിച്ചവരാണ്. നീ ഇവരെ കൊന്നാലും ഇല്ലെങ്കിലും ഇവർ മൃതരായി തീരും. ആരും ആരെയും കൊല്ലുന്നില്ല. ആയുസ് അവസാനിക്കുമ്പോൾ ജീവികൾ അവനവന് വിധിച്ച രീതിയിൽ മരണം പ്രാപിക്കുന്നുവെന്ന് മാത്രം. യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അന്യന്റെ ധർമ്മം സ്വീകരിക്കുന്നത് ഭയാവഹമാണ്. ശരീരം നശിച്ചാലും ആത്മാവിന് നാശമില്ല. അത് നിത്യമാണ്. ബന്ധുമിത്രാദികളെ കൊല്ലുകയാണെന്ന വിചാരവും ഭയവും മാറ്റിവെക്കൂ. സച്ചിദാനന്ദ സ്വരൂപനായ എന്നിൽ സ്വന്തം ആത്മാവിനെ സമർപ്പിക്കൂ. എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. എന്നിട്ട് സ്വസ്ഥചിത്തനായി നിർഭയം ഈ ധർമ്മയുദ്ധം നടത്തൂ. ധർമ്മമുള്ളയിടത്ത് വിജയം സുനിശ്ചിതമാണ്. കൃഷ്ണൻ ദീർഘസമയം ധർമ്മത്തെയും കർത്തവ്യത്തെയും ഈശ്വരാർപ്പണത്തെയും കുറിച്ച് സംസാരിച്ച് അർജുനനെ യുദ്ധോത്സുകനാക്കി. അർജുനൻ ഉന്മേഷം വീണ്ടെടുത്ത് യുദ്ധത്തിനൊരുങ്ങി. പാണ്ഡവസേനയ്ക്ക് ആദ്യം മുതൽ അവസാനം വരെ ദൃഷ്ടിദുമ്നനായിരുന്നു സർവ്വസൈന്യാധിപൻ. ദാത്ത രാഷ്ട്രന്മാർക്ക് ഭീമപിതാമഹനായിരുന്നു ആദ്യത്തെ സേനാധിപതി. ഭീഷ്മന്റെ ശരങ്ങൾ പാണ്ഡവസേനയെ കുഴക്കി. വൃദ്ധനായ പിതാമഹൻ അമ്പെടുക്കുന്നതും തൊടുക്കുന്നതും ലക്ഷ്യം വെച്ച ആളുടെ നെഞ്ചത്തു തന്നെ തറയ്ക്കുന്നതും കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ടായിരുന്നു. പാണ്ഡവന്മാരുടെ ഇടയിലെ പല വീരന്മാരും ഭീഷ്മന്റെ അമ്പുകൾ തട്ടി മരിച്ചു വീണു. അതിനിടയിൽ മുൻപിൽ വന്ന അർജുനന്റെ നേർക്കായി ശരവൃഷ്ടി.
ദേഹത്തിൽ മുഴുവൻ അമ്പുകൾ തറച്ച് അവശനായ അർജുനനെ കണ്ട് താൻ ഭാരതയുദ്ധത്തിൽ ആയുധമെടുക്കുകയില്ലെന്ന പ്രതിജ്ഞ മറന്ന് കൃഷ്ണൻ ഗദയുമെടുത്ത് ഭീഷ്മന്റെ നേരെ ഓടിച്ചെന്നു. കൃഷ്ണൻ നേരിട്ട് വരുന്നത് കണ്ട് ഭീഷ്മൻ വില്ല് താഴ്ത്തിയിട്ട് ഭക്തിപൂർവ്വം കൈകൂപ്പി നിന്നു. അതോടെ കൃഷ്ണന്റെ കോപം ശമിച്ച് വിവേകം കൈവന്നു. പാർത്ഥസാരഥി തിരികെ പോയി അർജുനന്റെ തേരിൽ ഇരുന്നു. അന്നത്തെ യുദ്ധം കഴിഞ്ഞ് പടകുടീരത്തിലേക്ക് എല്ലാവരും വിശ്രമിച്ചു. അർജുനന്റെ ദേഹത്തിലാകെ ഭീഷ്മ പിതാമഹന്റെ അമ്പുകൾ തറച്ചുള്ള മുറിവുകളായിരുന്നു. ദ്രൗപദി അവയിൽ മരുന്ന് പുരട്ടി വീശിക്കൊടുത്തു. ആ സമയത്ത് കൃഷ്ണൻ പാണ്ഡവന്മാരോടെല്ലാവരോടുമായി പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാണ്ഡവന്മാർക്ക് ധാർത്തരാഷ്ട്രന്മാരെ തോൽപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ നിരായുധനാക്കുകയല്ലാതെ നമുക്കൊരു പോംവഴിയുമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഗാഢമായി ആലോചിക്കണം. പാണ്ഡവന്മാരാരും തൽക്കാലം മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഒന്നും മിണ്ടാതെ പടകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ശത്രുക്കളുടെ പടകുടീരത്തിന് നേരെ ചെന്നു. ജ്യേഷ്ഠൻ എങ്ങോട്ടാ പോണത്? ശത്രുക്കളുടെ നടുവിലേക്കോ എന്ന് 4 പാണ്ഡവന്മാരും ചോദിച്ചതിന് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞില്ല. അപ്പോൾ കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചു. ജ്യേഷ്ഠൻ പോയി വരട്ടെ. ഇന്നത്തെ യുദ്ധം അവസാനിച്ചുവല്ലോ. ധർമ്മയുദ്ധമായതുകൊണ്ട് യുദ്ധസമയമില്ലാത്തതിനാൽ ആരും ഒന്നും ചെയ്യില്ല. ഭയപ്പെടേണ്ടതില്ല. ഇത് പറഞ്ഞ് കൃഷ്ണനും യുധിഷ്ഠിരനെ പിന്തുടർന്ന് വളരെ വേഗം നടന്നൊപ്പമെത്തി. യുധിഷ്ഠിരൻ നേരെ പോയത് ഭീഷ്മ പിതാമഹന്റെ പടകുടീരത്തിലേക്കാണ്. കൃഷ്ണനും ഒന്നിച്ചു ചെന്നു. യുധിഷ്ഠിരൻ പിതാമഹന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. വിജയിയായി ഭവിക്കൂ എന്ന് പിതാമഹൻ ആശംസിച്ചു. എന്നിട്ട് കൃഷ്ണനെ നോക്കി കൈകൂപ്പി. നിങ്ങൾ രണ്ടുപേരും കൂടി അസമയത്ത് ഇവിടെ വന്നതിന്റെ ഉദ്ദേശമെന്താണ്? യുധിഷ്ഠിരൻ ശങ്കിച്ചുകൊണ്ട് മറുപടിയേകി. പിതാമഹ, അങ്ങ് ഞങ്ങൾക്കു പിതാമഹൻ മാത്രമല്ല അച്ഛനും കൂടിയാണ്. അങ്ങ് എതിർചേരിയിൽ നിന്ന് ഞങ്ങളോട് പടവെട്ടുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. ഒരു ചേരിയിലും പെടാതെ അങ്ങ് നിഷ്പക്ഷനായി നിൽക്കുകയാണ് വേണ്ടിയിരുന്നത്. ഭീഷ്മൻ പറഞ്ഞു, യുധിഷ്ഠിര, നിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ നിനക്കറിയാലോ, ഞാൻ ഹസ്തനപുരിയിലെ രാജാവല്ല. ഞാൻ സ്വയം ത്യജിച്ച ചക്രവർത്തി പദമാണത്. ഇപ്പോൾ ദുര്യോധനനാണ് രാജാവ്. അവന്റെ സംരക്ഷണത്തിൽ അവൻ തരുന്ന അന്നം ഭക്ഷിച്ചുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. രാജകൽപ്പന നിരസിക്കാൻ പ്രജകൾക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നിഷ്പക്ഷനായി നിൽക്കാൻ കഴിയാത്തത്. ഞാൻ സർവ്വസൈന്യാധിപനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തോൽപ്പിച്ച് ജയിക്കാൻ കഴിയുകയുമില്ല. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം പിതാമഹ? അങ്ങയെ തോൽപ്പിക്കാൻ എന്താണ് ഉപായം? അങ്ങ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഭീഷ്മർ കൃഷ്ണനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രുപദ രാജാവിന് ശിഖണ്ഡി എന്നു പേരായൊരു മകനുണ്ട്. പണ്ട് വിചിത്രവീര്യനു വേണ്ടി ഞാൻ കൊണ്ടുവന്ന അംബ, അംബിക, അംബാലിക എന്നീ 3 പെൺകുട്ടികളിൽ അംബയുടെ പുനർജന്മമാണ് ശിഖണ്ഡി. എന്നെ കൊല്ലാൻ വേണ്ടി അവൾ പുനർജന്മം എടുത്തിരിക്കുകയാണ്. ശിഖണ്ഡി തികച്ചും പുരുഷനല്ല, തികച്ചും സ്ത്രീയുമല്ല. ആണും പെണ്ണും കെട്ട അവനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അവനെ മുൻപിൽ നിർത്തി അർജുനൻ എന്നോട് പോരാടട്ടെ. ശിഖണ്ഡിയെ മുൻപിൽ കണ്ടാലുടൻ ഞാൻ ആയുധങ്ങൾ താഴെയിടും. നിരായുധനായ എന്നെ എളുപ്പത്തിൽ വീഴ്ത്താൻ അർജുനന് കഴിയും. നിങ്ങൾക്ക് ജയിക്കാൻ അതേ വഴിയുള്ളൂ. ഭീമൻ പറഞ്ഞു നിർത്തിയപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് മൃദുസ്വരത്തിൽ പറഞ്ഞു, സ്വന്തം മരണത്തിന് ശത്രുക്കൾക്ക് എളുപ്പവഴി പറഞ്ഞു കൊടുക്കുന്ന അങ്ങയേക്കാൾ മഹാത്മാവായി ഈ ലോകത്തിൽ മറ്റാരുമില്ല. പ്രതിജ്ഞയിൽ മാത്രമല്ല, ഇക്കാര്യത്തിലും അങ്ങ് ഭീഷ്മൻ എന്ന പേരിന് അർഹനാണ്. ഭീഷ്മൻ തലകുനിച്ച് കൃഷ്ണന്റെ അഭിനന്ദനം സ്വീകരിച്ചു. യുധിഷ്ഠിരനും കൃഷ്ണനും മടങ്ങിപ്പോരുകയും ചെയ്തു. പിറ്റേ ദിവസം ശിഖണ്ഡിയുടെ തേർ മുൻപിൽ നിർത്തി അർജുനൻ പിന്നിലുള്ള തേരിലിരുന്നു. ശിഖണ്ഡിയെ മുൻപിൽ കണ്ടപ്പോൾ ഭീഷ്മൻ വില്ലും അമ്പും താഴെയിട്ടു. ശിഖണ്ഡിയും അർജുനനും ഇവിടെ വിടാതെ ബാണവൃഷ്ടി ചെയ്ത് ഭീഷ്മനെ വീഴ്ത്തി. ശിഖണ്ഡി അയച്ച കുറേ അമ്പുകൾ മണ്ണിലാണ് തറച്ചിരുന്നത്. ഭീഷ്മൻ ശയ്യ പോലെ കിടക്കുന്ന ആ ശരങ്ങളുടെ മീതെ വീണു. അദ്ദേഹത്തിന്റെ ദേഹത്തിൽ അമ്പു തറയ്ക്കാത്ത ഒരങ്കുല സ്ഥലം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ഭീമൻ വീണതുകണ്ട് കൃഷ്ണനും അർജുനനും പിന്നാലെ ദുര്യോധനനും എത്തി. ഭീഷ്മൻ അർജുനനോട് പറഞ്ഞു, ശിഖണ്ഡി ചെയ്ത അമ്പുകൾ എന്നെ വേദനിപ്പിക്കുന്നില്ല. ഞണ്ടിൻ കുഞ്ഞ് അമ്മയെ പിളർന്ന് വയറ്റിൽ നിന്ന് പുറത്തു വരും പോലെ അർജുനന്റെ അമ്പുകളാണ് എന്നെ പിളർത്തി വീഴ്ത്തിയത്. അർജുന, എനിക്കിപ്പോൾ ശരശയ്യ മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ തല മണ്ണിലേക്ക് തൂങ്ങിക്കിടക്കുന്നു. നീ 4 ശരമെയ്ത് എനിക്കൊരു തലയിണ കൂടി ഉണ്ടാക്കിത്തരൂ. അർജുനൻ കരഞ്ഞുകൊണ്ട് പിതാമഹൻ പറഞ്ഞതനുസരിച്ചു. ഭീഷ്മൻ തുടർന്ന് പറഞ്ഞു, ഇപ്പോൾ ദക്ഷിണായന കാലമാണ്. ഇക്കാലത്ത് മരിക്കുന്നത് പുണ്യല്ല. അതിനാൽ അച്ഛൻ്റെയും ദേവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് സ്വച്ഛന്ത മൃത്യുവായ ഞാൻ ഇപ്പോൾ മരിക്കുന്നില്ല. ഉത്തരായന കാലമായിട്ടേ എനിക്ക് മരണമുള്ളൂ. അർജുന, നീ അമ്പെയ്ത് എൻ്റെ അമ്മയായ ഗംഗാനദിയിലെ ജലം എനിക്ക് ഇടയ്ക്കിടെ കുടിക്കാൻ തരണം. അർജുനൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതും അനുസരിച്ചു. തീക്ഷ്ണകർമാവായ സർവ്വസൈന്യാധിപൻ നഷ്ടപ്പെട്ടതിൽ ദുര്യോധനനും ഭീഷ്മപിതാമഹനെ വീഴ്ത്തേണ്ടി വന്നതിൽ പാണ്ഡവന്മാരും ഒരുപോലെ ദുഃഖിച്ചു. പിന്നീട് ദ്രോണാചാര്യനാണ് സർവ്വസൈന്യാധിപനായത്. ഭീഷ്മപിതാമഹൻ്റേതുപോലെ ആചാര്യന്റെ ശരങ്ങളും തടുക്കാൻ വയ്യാത്ത അഗ്നിജ്വാലകളുടെ രൂപത്തിൽ അസഹ്യമാവണ്ണം പാണ്ഡവന്മാരുടെ ഇടയിൽ സഞ്ചരിച്ചു. എങ്ങനെയെങ്കിലും ദ്രോണനെ വീഴ്ത്തി കിട്ടിയാൽ മതിയെന്നായി പാണ്ഡവന്മാർക്ക്. കൃഷ്ണൻ അതിനൊരു വഴി കണ്ടുപിടിച്ചു. നാളത്തെ യുദ്ധത്തിൽ അശ്വത്ഥാമാവിനോട് നകുലനും സഹദേവനും കൂടി യുദ്ധം ചെയ്ത് ദ്രോണാചാര്യന്റെ അടുത്തുനിന്ന് കുറച്ചകലത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഒരാനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ട് ഭീമസേനൻ അതിനെ അടിച്ചു കൊല്ലണം. ഒരിക്കലും അസത്യം പറയുകയില്ലെന്ന് എല്ലാവർക്കും നിശ്ചയമുള്ള യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയണം. താൻ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന പ്രിയപുത്രൻ മരിച്ചുവെന്ന് കേട്ടാൽ ദ്രോണാചാര്യൻ ആയുധങ്ങൾ താഴെയിടും. ആ തക്കം നോക്കി ആരെങ്കിലും അദ്ദേഹത്തെ ഒരമ്പ് അയച്ച് ആക്രമിച്ചാൽ മതി. പിറ്റേ ദിവസം നകുലനും സഹദേവനും കൂടി നേരിട്ടെതിർത്ത് പോരാടി ദൂരേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു. ഒരിക്കലും അസത്യം പറയാത്ത ആളാണ് അങ്ങെന്ന് എല്ലാവർക്കും അറിയാം.
അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് അങ്ങ് പറയൂ. യുധിഷ്ഠിരൻ തലയാട്ടി. ഇല്ല കൃഷ്ണ, ഒരാനയ്ക്ക് അശ്വത്ഥമാവെന്ന് പേരിട്ട് അതിനെ കൊന്നാൽ ആചാര്യന്റെ മകൻ മരിച്ചുവെന്ന് ഞാൻ പറയുകയോ? ഒരിക്കലുമില്ല. കൃഷ്ണൻ നിർബന്ധിച്ചു. അങ്ങ് അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ആന എന്ന് പതുക്കെ പറയൂ. അപ്പോൾ അസത്യം അങ്ങയെ ബാധിക്കുകയില്ല, കാര്യം നടക്കുകയും ചെയ്യും. മനസ്സില്ല മനസ്സോടെ യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ആചാര്യൻ കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞ് ആന എന്ന് പതുക്കെ പറയുകയും ചെയ്തു. തന്റെ പ്രിയപുത്രൻ ചിരഞ്ജീവിയാണെന്ന കാര്യം മറന്ന് ദ്രോണാചാര്യൻ ദുഃഖനിമഗ്നനായി ആയുധങ്ങൾ താഴെയിട്ട് നിലത്ത് തല കുമ്പിട്ടിരുന്നു. ആ സമയത്ത് ദൃഷ്ടിദ്യുമ്നൻ വാളുമായി ചാടി വന്ന് തന്റെ ഗുരുവിന്റെ കുമ്പിട്ടിരിക്കുന്ന തല വെട്ടി മുറിച്ചിട്ട് കളഞ്ഞു. അയ്യോ അയ്യോ, ആചാര്യൻ പോയല്ലോ എന്ന നിലവിളികൾ കേട്ട് അശ്വത്ഥാമാവ് യുദ്ധം വിട്ട് ഓടി വന്നു. അച്ഛന്റെ മൃതശരീരം കണ്ട് ദുഃഖിതനും ക്ഷുബ്ധനും ക്രുദ്ധനുമായ ആ അക്ഷീണ പുരുഷൻ അവിടെ നിന്നില്ല. പടക്കളം വിട്ട് ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ ഓടിപ്പോയി. 2 മഹാരഥന്മാരും വീണപ്പോൾ തന്റെ അവശേഷിക്കുന്ന ആശാകിരണമായ കർണനെ ദുര്യോധനൻ സർവ്വസേനാധിപതിയാക്കി. 2 ചേരിയിലും അക്ഷൗഹിണിപ്പടകൾ നശിച്ച് പകുതിയായി കഴിഞ്ഞിരുന്നു. എന്നാലും യുദ്ധം തുടർന്നു. അതിനിടയിൽ അർജുനന്റെയും സുഭദ്രയുടെയും മകനും ഗർഭിണിയായിരിക്കുന്ന ഉത്തരയുടെ ഭർത്താവുമായ ബാലനായ അഭിമന്യു കർണൻ ചമച്ച പത്മവ്യൂഹത്തിൽ പടവെട്ടിക്കൊണ്ട് പ്രവേശിച്ചു. പക്ഷേ കൃഷ്ണന്റെ ഒരു സൂത്രവിദ്യ കൊണ്ട് അഭിമന്യുവിന് കർണൻ ചമച്ച പത്മവ്യൂഹത്തിൽ പ്രവേശിക്കാനേ അറിയുമായിരുന്നുള്ളൂ, പുറത്തു കിടക്കാൻ അറിയുമായിരുന്നില്ല. അഭിമന്യുവിനെ പത്മവ്യൂഹത്തിലിട്ട് യുദ്ധവിഷാദരന്മാരായ ജയദ്രഥനും കൂട്ടാളികളും കൂടി കൊന്നുകളഞ്ഞു. അശ്വത്ഥാമാവിന്റെ വ്യാജമായ മരണം ദ്രോണാചാര്യനെ ദുഃഖിപ്പിച്ചതുപോലെ അഭിമന്യുവിന്റെ യഥാർത്ഥ മരണം അർജുനനെയും സുഭദ്രയെയും വാർത്ത കേട്ട് അബോധാവസ്ഥയിലായ ഉത്തരയെയും വ്യസനത്തിൽ മുക്കിപ്പിഴിഞ്ഞു. എന്നാൽ ഇനി യുദ്ധം വേണ്ടെന്നായിരുന്നില്ല അർജുനന്റെ വിചാരം. തന്റെ മകനെ കൊന്ന ജയദ്രഥനെ അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പ് താൻ വധിക്കുമെന്നായിരുന്നു അർജുനന്റെ പ്രതിജ്ഞ. രാവിലെ മുതൽക്ക് ജയദ്രഥനെ തിരിഞ്ഞുപിടിച്ച് അർജുനൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ ഭയവിവശനായ ജയദ്രഥനെ ദുര്യോധനനും മറ്റെല്ലാവരും കൂടി സേനയുടെ പിന്നിൽ ഒളിപ്പിച്ചു നിർത്തി. സന്ധ്യയാവും മുൻപ് ജയദ്രഥനെ കണ്ടുകിട്ടി കൊന്നില്ലെങ്കിൽ താൻ തീയിൽ ചാടി മരിക്കുമെന്നായിരുന്നു അർജുനന്റെ ശപഥം. സന്ധ്യയാവാൻ ഏറെ താമസമില്ലെന്നു കണ്ട് കൃഷ്ണൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു. ചുറ്റും ഇരുട്ട് പരന്നു. പടകുടീരങ്ങളിൽ വിളക്കുകൾ കത്തി തുടങ്ങി. അർജുനന്റെ ശബ്ദം നിറവേറ്റിയില്ലെന്നും ആ പാണ്ഡവവീരൻ ഉടൻ തീയിൽ ചാടി ചാവുമെന്നും കരുതി സന്തോഷിച്ച് ജയദ്രഥൻ ഒളിസ്ഥലത്തു നിന്ന് ഇറങ്ങി വന്ന് പടയുടെ മുൻപിൽ നിന്നു. അർജുനൻ ജയദ്രഥന്റെ നേരെ അമ്പെയ്തപ്പോൾ കൃഷ്ണൻ തിടുക്കത്തിൽ പറഞ്ഞു, അർജുന, ജയദ്രഥന്റെ തല ഭൂമി തൊട്ടാൽ ഇട്ടവന്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ് അവന്റെ തപസ്വിയായ അച്ഛൻ ബൃഹദ്രഥൻ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അവന്റെ തല നീ വിന്ധ്യപർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ബൃഹദ്രഥന്റെ മടിയിൽ ചെന്നു വീഴത്തക്ക വിധം അമ്പയിക്കണം. അർജുനൻ അതുപ്രകാരം ചെയ്തു. ജയദ്രഥന്റെ തല അവന്റെ അച്ഛന്റെ മടിയിൽ ചെന്ന് വീണു. പെട്ടെന്ന് മടിയിൽ വന്ന് വീണ വസ്തു എന്താണെന്നറിയാതെ ബൃഹദ്രഥൻ തട്ടി മണ്ണിലേക്കിട്ടു. തല ഭൂമിയെ തൊട്ട ഉടനെ ബൃഹദ്രഥൻ തല പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്തു. അച്ഛനും മകനും ഒന്നിച്ചു മരണമടഞ്ഞു. കർണൻ സർവ്വസൈന്യാധിപനാവുന്നതിന് മുൻപ് ദേവേന്ദ്രൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് തന്റെ പുത്രൻ അർജുനന്റെ രക്ഷയ്ക്കു വേണ്ടി കർണന്റെ കവചം ദേഹത്തിൽ നിന്ന് അടർത്തി വാങ്ങി. ജന്മനാ ഉള്ള കവചമായിരുന്നതിനാൽ കവചമുണ്ടായിരുന്ന ശരീരഭാഗങ്ങൾ മുഴുവനും രക്തരൂക്ഷിതമായി. തന്നോട് കവചം യാചിക്കാൻ വന്നത് ദേവേന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടും ദാനശീലനായ കർണന് ഇന്ദ്രൻ ചോദിച്ചത് കൊടുക്കാതെ വയ്യായിരുന്നു. ദേഹമാസകലം മുറിഞ്ഞ കർണന് ദുര്യോധനന്റെ പത്നി ഭാനുമതി മരുന്നു പുരട്ടി വളരെ വേഗത്തിൽ മുറിവ് ഉണക്കിക്കൊടുത്തു. കർണൻ തന്റെ മൂത്ത മകനാണെന്നും ദുര്യോധനന്റെ കൂട്ടത്തിൽ ചേർന്ന് അനുജന്മാരെ കൊല്ലരുതെന്നും കുന്തിദേവി വന്ന് അപേക്ഷിച്ചപ്പോൾ കർണൻ ഒരു വാക്കേ കൊടുത്തുള്ളൂ, അമ്മയുടെ മക്കളിൽ അർജുനനെ ഒഴിച്ച് ആരെയും ഞാൻ കൊല്ലില്ല. ഒന്നുകിൽ അർജുനൻ, അല്ലെങ്കിൽ ഞാൻ. അമ്മയ്ക്ക് ഏതായാലും 5 മക്കളെ ഉണ്ടാവൂ, 6 പേർ ഒരിക്കലും ഉണ്ടാവില്ല. കുന്തിദേവി ദുഃഖിതയായി മടങ്ങിപ്പോയി. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കർണൻ പടക്കളത്തിലേക്ക് ഇറങ്ങിയത്. അർജുനനോട് മാത്രം യുദ്ധം ചെയ്യാൻ അയാൾ ശ്രദ്ധിച്ചു. മറ്റു 4 പേരെയും അയാൾ ഗൗനിച്ചതേയില്ല. ബ്രാഹ്മണന്റെ വേഷവിധാനത്തോടെ പരശുരാമന്റെ ശിഷ്യനായി അപൂർവ ശാസ്ത്രങ്ങൾ അഭ്യസിച്ച കർണൻ ക്ഷത്രിയനാണെന്നറിഞ്ഞപ്പോൾ ആവശ്യം വരുമ്പോൾ നിനക്ക് അസ്ത്രങ്ങളൊന്നും തോന്നാതെയാവട്ടെ എന്ന ശാപം വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാണാവസാനം അടുക്കുമ്പോൾ രഥചക്രങ്ങൾ ചളിയിൽ പൂന്തിപ്പോകുമെന്നും ശാപത്തിലുണ്ടായിരുന്നു. കർണൻ ആദ്യമൊക്കെ സ്വോത്സാഹം യുദ്ധം ചെയ്തു. അർജുനന്റെ നേർക്ക് കർണൻ അയച്ച നാഗാസ്ത്രം കൃഷ്ണൻ പെട്ടെന്ന് തേര് താഴ്ത്തി അർജുനന്റെ കിരീടത്തിൽ തട്ടി അതിന്റെ മുകൾ വശം തെറിച്ചു പോവുകയേ ഉണ്ടായിരുന്നുള്ളൂ. അർജുനനെ ഉദ്ദേശിച്ചയച്ച ആ അസ്ത്രം ഭീമസേനന്റെ മകനും പാണ്ഡവന്മാരുടെ ആദ്യ സന്താനവുമായ ഘടോൽക്കജന്റെ ജീവൻ എടുക്കുകയും ചെയ്തു. പാണ്ഡവന്മാർക്കു വേണ്ടി കൃഷ്ണൻ ധർമ്മവിരുദ്ധമായി പോലും പ്രവർത്തിച്ചു. യുദ്ധം മൂക്കുംതോറും കർണന്റെ തീർച്ചക്രങ്ങൾ മണ്ണും ചെളിയും ചോരയും കുഴഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ താണുപോയി തുടങ്ങി. ഉത്തമശാസ്ത്രങ്ങൾ പ്രയോഗിക്കേണ്ട വിധം മറന്നുപോവുകയും ചെയ്തു. ആ തക്കം നോക്കി അർജുനൻ കർണന്റെ നേർക്ക് ഒറ്റ അമ്പ് വീഴ്ത്തി കർണനെ കൊന്നുവീഴ്ത്തി. കർണനും കൂടി ദിവംഗതനായപ്പോൾ ധാർത്തരാഷ്ട്രസേനയിൽ സർവ്വസൈന്യാധിപനായിരിക്കാൻ യോഗ്യതയില്ല ആരുമില്ലെന്നായി. നകുലന്റെയും സഹദേവന്റെയും അമ്മാമനായ ശല്യരെ ദുര്യോധനൻ യുദ്ധത്തിനു മുൻപ് സൂത്രം പ്രയോഗിച്ച് തന്റെ പക്ഷത്ത് കൊണ്ടുവന്നിരുന്നു. മികച്ച വീരനൊന്നുമല്ലെങ്കിലും പ്രായം പരിഗണിച്ച് ദുര്യോധനൻ ശല്യരെ സർവ്വസേനാധിപനാക്കി. യുധിഷ്ഠിരൻ യാതൊരു പ്രയാസവും കൂടാതെ ശല്യരെ വധിച്ച് ആ അധ്യായവും പൂർത്തിയാക്കി.
പിന്നീട് പടയാളികൾ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല. അവശേഷിച്ചവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഭടന്മാരെ 2 ചേരികളിലും ഉണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടത്തിൽ ഭീമസേനൻ ദ്രൗപദിയുടെ ശാപവും ശബദവും ഓർത്ത് ദുശാസനനെ പിടികൂടി. കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും തലകൊണ്ടും അവർ മൃഗങ്ങളെപ്പോലെ യുദ്ധം ചെയ്തു. ആയുധം ഉപയോഗിക്കാതെയുള്ള ആ യുദ്ധം ഭീകരമായിരുന്നു. കലികൊണ്ട ഭീമസേനൻ കള്ളച്ചൂതുകളിയും ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപവുമെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദുശാസനെ കുഴച്ചു മറച്ച് മലർത്തിക്കിടത്തി. വയർ നഖങ്ങൾ കൊണ്ട് മാന്തിക്കീറി കുടൽമാലകൾ വലിച്ചു പുറത്തിട്ട് ആ ചോര പുരണ്ട കൈകളും കൊണ്ട് തന്റെ പടകുടീരത്തിലേക്ക് ചെന്നു. ഭീമസേനൻ ദുശാസനനെ എതിരിട്ടു വന്നുവെന്നത് കേട്ട് ദ്രൗപദി അവിടെ എത്തിച്ചേർന്നിരുന്നു. ഹിരണ്യകശിപുവിനെ കൊന്ന നരസിംഹത്തെപ്പോലെ ഉഗ്രരൂപനായ ഭർത്താവിനെ കണ്ട് ദ്രൗപദി ഭയപ്പെട്ടു. ഭീമസേനൻ അവളെ അടുത്ത് അണച്ചുപിടിച്ച് ചോരക്കൈകൾ കൊണ്ട് അവളുടെ അഴിഞ്ഞുകിടക്കുന്ന മുടി കെട്ടിക്കൊടുത്തു. അന്നത്തെ യുദ്ധം അതോടെ കഴിയുകയും ചെയ്തു. അടുത്ത ദിവസം ഭീമന്റെ യുദ്ധം ദുര്യോധനനോടായിരുന്നു. സന്ധ്യയാവുന്നതുവരെ ഗദായുദ്ധം ചെയ്തിട്ടും ദുര്യോധനന്റെ ദേഹത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടാക്കാനല്ലാതെ കൊല്ലാൻ ഭീമന് സാധിച്ചില്ല. സന്ധ്യയായാൽ യുദ്ധം നിർത്തുന്നതാണ് ധർമ്മയുദ്ധത്തിന്റെ നിയമം. അതിനാൽ ആ ദിവസത്തെ യുദ്ധം അവസാനിച്ചു. ദുര്യോധനൻ വേദന ശമിക്കാൻ പടക്കളത്തിനടുത്തുള്ള തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കിടന്നു.